ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. ആദരവുകൾ നിറഞ്ഞ ഉസ്താദുമാർ, പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വലിയൊരു നിഅമത്തായി നമ്മൾ കുറേ വിഷയങ്ങൾ BKF-ൻ്റെ 4ാം എഡിഷനിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കൂട്ടത്തിൽ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾക്ക് പങ്കുവെക്കാനുള്ള വിഷയം ഇസ്ലാം നൂറ്റാണ്ടുകളുടെ ചരിത്രം എന്നുള്ളതാണ്. ഇസ്ലാം നൂറ്റാണ്ടുകളുടെ ചരിത്രം എന്ന ടോപ്പിക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും സഹസ്രാബ്ദങ്ങളുടെ ചരിത്രമാണ് പറയേണ്ടത്. ഈ വിഷയത്തിൽ ഞങ്ങളിതിൻ്റെ ഒരു വൈജ്ഞാനികമായിട്ടുള്ള പാരമ്പര്യത്തിൻ്റെ ഒരു തലം മാത്രം പറയാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം വിഷയം വളരെ വിശാലമായതുകൊണ്ട് അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം സംസാരിക്കുന്നതാകും കൂടുതൽ ഉപകാരപ്പെടുക എന്നതിനാലാണ് അങ്ങനെ തിരഞ്ഞെടുത്തത്. ഈ വൈജ്ഞാനിക പാരമ്പര്യം തന്നെ അഹ്ലുസുന്നയുടെ നിലപാടുകൾ എങ്ങനെയാണ് ശരിവെക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ആലോചനയിലേക്ക് നമുക്ക് കൊണ്ടുപോകാം. ഇൻഷാ അല്ലാഹ് അന്ന് നമ്മളോട് കൂടെ സംസാരിക്കാനുള്ളത് ബഹുമാനപ്പെട്ട അഹ്മദ് സഖാഫി മമ്പീരി, സിനാൻ ബഷീർ നൂറാനി, തുഫൈൽ ബുഖാരി. നമുക്ക് അഹ്ലുസുന്നയുടെ ആശയങ്ങളുടെ സൗന്ദര്യവും അതിൻ്റെ പാരമ്പര്യ ഗതിയും മനസ്സിലാക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് പങ്കുവെക്കുന്നത്. അഹ്ലുസുന്നത്തി വൽ ജമാഅ മുന്നോട്ട് വച്ചിട്ടുള്ള വൈജ്ഞാനികമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു രീതിശാസ്ത്രം എന്ന് പറഞ്ഞാൽ അഹ്ലുസുന്നയുടെ വിജ്ഞാനങ്ങളെയൊക്കെ ക്രോഡീകരിക്കുകയും ക്രമീകരിക്കുകയും കൈമാറുകയും ചെയ്യുന്നതിൻ്റെ ഒരു മഹിതമായൊരു രീതിയുണ്ട്. ലോകത്തെമ്പാടും നമ്മൾ കാണുന്ന പല ചിന്താ പ്രസ്ഥാനങ്ങളും സ്കൂൾ ഓഫ് തോട്ട്സ് എന്ന് പറയും. അവർക്ക് അത് പലപ്പോഴും ചരിത്രത്തിൻ്റെ പല ദശാസന്ധിയിലും രൂപപ്പെട്ടു വന്നതാണെങ്കിലും ആശയ കൈമാറ്റത്തിന് ഒരു രൂപം നമുക്ക് കാണാൻ പറ്റും. ഗ്രീക്ക് ഫിലോസഫിയിലാണെങ്കിലും അവിടെ നിന്ന് അങ്ങോട്ട് ഫിലോസഫിയുടെ ഒക്കെ വളർച്ചയിലൊക്കെ ആണെങ്കിലും അതിൻ്റെ സ്ഥാപകരും അതുപോലെ തന്നെ ആ ആശയങ്ങൾ കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് കൈമാറി വന്നവരും നമുക്ക് കാണാൻ പറ്റും. എന്നാൽ അഹ്ലുസുന്നയെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ ഏതൊരു സ്കൂൾ ഓഫ് തോട്ട്സ് അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ചിന്താപ്രസ്ഥാനങ്ങൾക്ക് വന്നിട്ടുള്ള വികാസങ്ങൾ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരിൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അങ്ങനെയും പറഞ്ഞാൽ പോരാ, അതിനേക്കാൾ മനോഹരമായിട്ടാണ് മദ്ഹബുകൾ പ്രവർത്തിക്കുന്നത് എന്ന് വേണം പറയാൻ. കാരണം 4 മദ്ഹബിൻ്റെ ഇമാമുകളും കർമ്മശാസ്ത്രത്തിലെ 4 മദ്ഹബുകളും വിശ്വാസശാസ്ത്രത്തിലെ 2 ധാരയും അതുപോലെ തന്നെ തസവുഫിലെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ധാരകളുമൊക്കെ വളരെ കൃത്യമായ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ കൃത്യമായ ആശയ കൈമാറ്റത്തിലുമാണ് മുന്നോട്ട് പോയത് നമുക്ക് പറയാം. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ള ആശയങ്ങളെ, കർമ്മശാസ്ത്ര വിഷയങ്ങളെ കേവലം അത് മാത്രമായിട്ട് സ്വീകരിക്കുകയല്ല മദ്ഹബുകൾ ചെയ്യുന്നത്. ഇതാണ് മദ്ഹബും മദ്ഹബില്ലാത്തവരും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. മദ്ഹബെന്ന് പറയുമ്പോൾ ശരിക്കും ഒരാളുടെ ചിന്ത, ഒരാളുടെ ആലോചന മാത്രമല്ല പ്രവർത്തിക്കുന്നത്. ഒരുപാട് ആളുകളുടെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഇമാമുകളുടെ ചിന്തകൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതാണ് മദ്ഹബ്. വളരെ ലളിതമായി പറഞ്ഞാൽ എന്തിനാണ് മദ്ഹബ് സ്വീകരിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവും അതാണ്. ഒരുപാട് ചിന്തകൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ആ ആശയത്തിന് കൂടുതൽ വ്യക്തതയും തെറ്റുകൾ കുറഞ്ഞു പോവുകയും അല്ലെങ്കിൽ തെറ്റുകൾ ഇല്ലാതാവുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിന് പകരം ഏതെങ്കിലും ഒരാൾ ചിന്തിക്കുകയും അയാളുടെ ചിന്തയിൽ രൂപപ്പെടുന്ന കാര്യങ്ങൾ മാത്രം സ്വീകരിക്കപ്പെടുകയും ചെയ്യുമ്പോഴുണ്ടാകുന്ന വ്യത്യാസം അത് ഇസ്മത്തുള്ള അമ്പിയാക്കന്മാർക്ക് ശേഷം വേറെ ആർക്കും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ
മദ്ഹബുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അതൊരു മനോഹരമായ ഫിൽട്രേഷൻ നടത്തുന്നു എന്നതാണ്. കിട്ടിയിട്ടുള്ള ആശയങ്ങളെ നമുക്കറിയാം, കിതാബുകളിൽ കാണാം. എന്താണ് ഷാഫിഈ മദ്ഹബ് എന്ന് പറഞ്ഞാൽ അതിന് നിർവചനം നമ്മൾ പഠിക്കുന്നുണ്ട്. മാ ദഹബ ഇലൈഹി ഷാഫിഈയു വ അസ്ഹാബുഹു. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവും അവിടുത്തെ അസ്ഹാബും അനുചരന്മാരും അവർ അഭിപ്രായപ്പെട്ടത് എന്നാണ് ഷാഫിഈ മദ്ഹബിൻ്റെ നിർവചനം. ചിലരൊക്കെ മനസ്സിലാക്കിയതുപോലെ ഷാഫിഈ മദ്ഹബ് എന്ന് പറഞ്ഞാൽ ഷാഫിഈ ഇമാമിൻ്റെ വാക്കുകൾ മാത്രം പറയുക എന്നാണ് എന്ന് ചില തൽപര കക്ഷികളൊക്കെ മനസ്സിലാക്കുകയും അത് വെച്ചുകൊണ്ട് അവർ ഷാഫിഈ മദ്ഹബിനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുകയൊക്കെ ചെയ്യുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഒരു സാമൂഹിക ക്രമത്തിലുണ്ടാകുന്ന വൈജ്ഞാനികമായ കൈമാറ്റത്തിൻ്റെ ഏറ്റവും സുരക്ഷിതമായ രൂപമാണ് മദ്ഹബുകൾ എന്ന് നമുക്ക് മറ്റൊരു വാക്കിൽ പറയാൻ പറ്റും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആ മഹിതമായ പാരമ്പര്യത്തിൻ്റെ ഇങ്ങേ തലക്കിൽ എത്തി നിൽക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഈ വൈജ്ഞാനിക കൈമാറ്റങ്ങൾ പ്രസക്തമാകുന്നതെന്നും പുതിയ കാലത്ത് നമ്മുടെ തന്നെ ഇമാമുകളെ, മദ്ഹബിൻ്റെ ഇമാമുകളെയൊക്കെ പുതിയ ഉൽപ്പതിഷ്ണു വിഭാഗക്കാർ വന്നുകൊണ്ട് അവരുടെ ഇമാമുകളാണെന്നും നമ്മുടെ ഇമാമുകളുടെയൊക്കെ ചിന്താരീതി, ചിന്താഗതി എന്ന് പറയുന്നത് ഉൽപ്പതിഷ്ണു വിഭാഗത്തിൻ്റെ ചിന്താരീതിയാണെന്നും അവരുടെ ആശയങ്ങൾ കൈമാറിയത് ഈ മഹത്തുക്കളായ ഇമാമുകളാണെന്നും വാദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദശാസന്ധിയിൽ അതങ്ങനെയല്ല, പാരമ്പര്യത്തിൻ്റെ ദിശയിലാണ് ഇമാമുകൾ സഞ്ചരിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു ചർച്ചയാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. അത് വളരെ പ്രധാനപ്പെട്ടതുമാണ്. അപ്പോൾ നമ്മളിന്ന് ആചരിച്ചുകൊണ്ടിരിക്കുന്ന കാലങ്ങളായിട്ട് നമ്മുടെ ഉമ്മാമ്മമാരും ഉപ്പാപ്പമാരും അതുപോലെ തന്നെ നമ്മുടെ സച്ചരിതരായ പണ്ഡിതരും നമുക്ക് കൈമാറി തന്നിട്ടുള്ള ഈ മഹിതമായ ആശയം, ആ ആശയത്തിൻ്റെ രീതിയും ഭാവവും എല്ലാം നമുക്ക് ഈ ഇമാമുകളിൽ നിന്ന് കണ്ടെടുക്കാം. ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം. ആദ്യമായിട്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട അഹ്മദ് സഖാഫി മമ്പീരി ഉസ്താദിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിദ്വാനില്ലാഹി അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഉസ്താദ് തുടങ്ങി വെച്ച അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ചർച്ച മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവും അവിടുത്തെ അസ്ഹാബും അവർ അഭിപ്രായപ്പെട്ട വീക്ഷണങ്ങൾ അല്ലെങ്കിൽ കർമ്മശാസ്ത്രപരമായ ചിന്തകൾ ശാഫിഈ മദ്ഹബിനെ ആ ഒരു തരത്തിൽ കാണുമ്പോൾ തന്നെ ഒരു സാധാരണ അല്ലെങ്കിൽ ഒരു വലിയ ആലിം എന്നതിലപ്പുറത്തായിരുന്നു ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതവും മഹാനവറുകൾ വരച്ചു കാട്ടിയ ശൈലികളും എന്നുകൂടി നമ്മളവിടെ മനസ്സിലാക്കണം. ഒരു സംഭവത്തിൽ ബഹുമാനപ്പെട്ട ഇമാം ബുവൈത്തി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഞാനൊരിക്കൽ ഷാഫിഈ ഇമാമിൻ്റെ അടുത്ത് പഠിക്കുന്ന സമയത്ത് ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു ലാളനയുടെ ശിഷ്യനാണല്ലോ. അപ്പോൾ ആ ഒരു ശിഷ്യനെ ഒരു തമാശ രൂപേണ എൻ്റെ ചെവിക്ക് ഉസ്താദ് പിടിച്ചു. അപ്പോൾ ഞാനൊന്ന് ചിന്തിച്ചു പോയി, ഉസ്താദ് അവർകൾ ഷാഫിഈ ഇമാം എന്ത് ചെയ്യുകയാണെങ്കിലും അതിനൊക്കെ ഒരു അടിസ്ഥാനമുണ്ടാകും എന്ന് ഞാൻ ചിന്തിക്കുകയും പിന്നീട് എനിക്ക് കാണാൻ കഴിഞ്ഞു ശിഷ്യരായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ അല്ലെങ്കിൽ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ അതേ രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലാളിച്ച അല്ലെങ്കിൽ ചെവിക്ക് ആ ഒരു ലാളനയുടെ ഒരു സ്വഭാവത്തിൽ ശിഷ്യരെ പിടിച്ച ഒരു സംഭവം ഹദീസിൽ തന്നെ മർവിയായി എനിക്ക് കാണാൻ കഴിഞ്ഞുവെന്ന് ബഹുമാനപ്പെട്ട അല്ലാമ ബാജൂരി ഷമായിലിൻ്റെ ഷർഹിൻ്റെ അവസാന ഭാഗത്ത് ഒരുപാട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ അതിവിടെ ഉദ്ധരിക്കാൻ കാരണം അത്രത്തോളം ജീവിതത്തിൽ ക്രമം പാലിച്ച് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഒരു ഇത്തിബായിൻ്റെ ആ ഒരു ശൃംഖല പരമ്പര മുറിയാതെ മുന്നോട്ട് പോരുന്ന, അങ്ങനെ അത് നമ്മളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു രീതിയാണ് മുൻഗാമികൾ അനുവർത്തിച്ചു പോന്നിട്ടുള്ളത്. ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ ചരിത്രത്തിലും സമാനമായ സംഭവം കാണാം. മഹാനവറുകളെക്കുറിച്ച് അല്ലാമ ഇസ്മായിൽ ഹഖി അൽ ബറൂസവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഒരു പ്രത്യേക പഴം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ കഴിച്ചിട്ടില്ല. അതിന്
മഹാനവറുകൾ ന്യായം പറഞ്ഞത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും അതെങ്ങനെ മുറിക്കണമെന്ന ഒരു നിവേദനം എനിക്ക് കിട്ടിയിട്ടില്ല എന്നാണ്. അത്രത്തോളം ഇത്തിബായിൻ്റെ ഭാഗം അങ്ങനെ ആ ഒരു ശൃംഖല താഴോട്ടും പോരുന്നുണ്ട്. ബഹുമാനപ്പെട്ട അയിമ്മത്തിൻ്റെ ചരിത്രങ്ങളിൽ അതൊക്കെ കാണാനും കഴിയും. അതോടൊപ്പം തന്നെ മനുഷ്യ സഹജമായി നേരത്തെ ഉസ്താദ് പറഞ്ഞു, ഒരു കൂട്ടം പണ്ഡിതന്മാരുടെ അന്വേഷണത്തിൻ്റെ ഫലമാണ് നമ്മുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നിലപാടുകൾ രൂപീകരിക്കപ്പെടുന്നതെന്ന്. അവിടെ അയിമ്മത്ത് പ്രത്യേകം ഉണർത്തുന്ന ഒരു കാര്യമുണ്ട്. വല്ലപ്പോഴും മനുഷ്യ സഹജമായി ഒരു ഇമാമിന് ഒരു സ്ഖലിതം സംഭവിച്ചു എന്ന് കരുതുക. എന്നാൽ പോലും അതൊരു ചെറിയ വിഷയമാണെങ്കിലും അത് പിൽക്കാലക്കാർക്ക് അതങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടരുത്. സ്ഖലിതം അല്ലെങ്കിൽ അബദ്ധമെന്ന് പറയാൻ ഞാൻ മടിക്കുന്നു. ഒരു ചെറിയ ഒരു പാകപ്പിഴവ് സംഭവിച്ചാൽ അത് പിൽക്കാല ഉമ്മത്തിന് കൈമാറ്റം ചെയ്യപ്പെട്ടു പോരുമ്പോൾ ഇത് ദീനാണല്ലോ എന്നതുകൊണ്ട് തന്നെ അയിമ്മത്ത് അത് അങ്ങനെയല്ല, ഇങ്ങനെയാണ് അതിൻ്റെ ഏറ്റവും ശരി എന്ന് വരെ ഉണർത്തും. അത് ഈ ഉമ്മത്തിൻ്റെ വല്ലാത്തൊരു മഹിമയാണെന്ന് അല്ലാമ ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഗുരുപരമ്പര വിശദീകരിക്കുന്ന സബത്തിൽ രേഖപ്പെടുത്തുന്നത് കാണാൻ കഴിയും. പിൽക്കാലക്കാരായ മുഹമ്മദ് ബിൻ സുലൈമാൻ അൽ ഖുർദി റഹിമഹുല്ല ഫവായിദുൽ മദനിയയിലും ഒക്കെ അത് എടുത്തുദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പരിശുദ്ധ ഇസ്ലാമിൻ്റെ അല്ലെങ്കിൽ കർമ്മശാസ്ത്രത്തിൻ്റെയും മറ്റു മേഖലയുടെയൊക്കെ ആ ഒരു കണിശത, ദീൻ ഒരിക്കലും അതിൻ്റെ തനിമ നഷ്ടപ്പെടാതെ തന്നെ അടുത്ത ഒരു ഉമ്മത്തിന് അത് കൈമാറ്റം ചെയ്യപ്പെടണം എന്നതിലെ ആ ഒരു കണിശത നമുക്ക് ബോധ്യപ്പെടുകയാണ്. അവിടെയാണ് ഈ പാരമ്പര്യത്തിൻ്റെയൊക്കെ വില നമ്മൾ മനസ്സിലാക്കുന്നത്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ പറയുന്നുണ്ട്, ഉൽപ്പതിഷ്ണുക്കളായ ആളുകൾ വാദത്തിന് വേണ്ടി ചിലപ്പോൾ സലഫിനെയൊക്കെ പരാമർശിക്കും. സുൽത്താനുൽ ഉലമ ഇസ്സുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം തങ്ങൾ ഒരു ചെറിയ ലഘുകൃതി എഴുതി. അതിലെ ചർച്ച വിശ്വാസപരമായ കാര്യങ്ങളാണ്. അൽ മുൽഹ എന്നാണ് ആ കൃതിയുടെ പേര്. അതിൽ മഹാനവറുകൾ സലഫിനെ കുറിച്ച്, മുൻഗാമികളെക്കുറിച്ച് പറഞ്ഞപ്പോൾ മഹാനവറുകൾ പറയുന്നുണ്ട്, ബിദ്അത്തുകാരുടെ അല്ലെങ്കിൽ ഉൽപ്പതിഷ്ണുക്കളുടെ പൊതുവിലുള്ളൊരു സ്വഭാവമാണ് അവർ എപ്പോഴും ഞങ്ങൾ മുൻഗാമികളുടെ ആളുകളാണെന്ന് വാദിക്കും. അത് എല്ലാ ബിദ്അത്തുകാരുടെയും സ്വഭാവമാണെന്ന് കൃത്യമായി ഇസ്സുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം തങ്ങൾ അൽ മുൽഹ എന്ന് പറയുന്ന ആ ലഘുകൃതിയിൽ പറയുകയും പിൽക്കാലക്കാരായ അശ്അരി ത്വരീഖിലെ വലിയ മഹാനായ ഇബ്നുൽ മുഅല്ലിം അൽ ഖുറശി റഹിമഹുല്ല നജ്മുൽ മുഹ്തദി വ റജ്മുൽ മുഅ്തദി എന്ന ഗ്രന്ഥത്തിൻ്റെ 2ാം വാള്യത്തിൻ്റെ തുടക്കഭാഗത്ത് ആ റിസാല തന്നെ അപ്പടി കോട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞത്, ഉൽപ്പതിഷ്ണുക്കൾ ചിലപ്പോൾ ഞങ്ങൾക്ക് പാരമ്പര്യമുണ്ടെന്ന് അവകാശപ്പെട്ടാൽ തന്നെ അതങ്ങോട്ട് നമ്മൾ ഏത് വിഷയത്തിൽ ചെക്ക് ചെയ്താലും ഒരിക്കലും അത് വിജയിപ്പിച്ചെടുക്കാൻ അവർക്ക് സാധിക്കില്ല. ഇബ്നു ഹജർ തങ്ങൾ തന്നെ സബത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. നമ്മളും അഹ്ലുസുന്നയും ബിദ്അത്തും തമ്മിലുള്ള മാറ്റം തന്നെ മഹാനവറുകൾ പറയുകയാണ്. അവർക്ക് അവരുടെ വിഷയത്തിലുള്ള മസ്അലയാണെങ്കിലും അല്ലെങ്കിൽ ഇഅ്തിഖാദ് പരമായ വിശ്വാസപരമായ കാര്യമാണെങ്കിലും അത് പറയുമ്പോൾ ഏറി വന്ന സ്വന്തം നേരെ മേലുള്ള ഗുരുവിനെ പറയാമെന്നല്ലാതെ അപ്പുറത്തേക്ക് ആ ശൃംഖല നീളുന്നൊരു പ്രശ്നമില്ല എന്ന് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ഞാൻ പരിശോധിച്ച് വളരെ അധികം തെളിവുകൾ വെച്ച് പലതും ഞാൻ ചെക്ക് ചെയ്തിട്ടാണിത് പറയുന്നത് എന്ന് പോലും വമിൻ അജീബിൽ ഇസ്തിഖ്റാഇ എന്ന് പറഞ്ഞ് മഹാനവറുകളുടെ സബത്തിൻ്റെ 50 പേജിൽ 58ാമത്തെ പേജ് എന്ന് ഓർക്കുന്നു മഹാനവറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പറഞ്ഞു വന്നത്, നമ്മൾ അഹ്ലുസുന്നയും ബിദ്അത്തുകാർ അല്ലെങ്കിൽ മറ്റ് ഏത് തൽപരകക്ഷികളാണെങ്കിലും അവരൊക്കെ വാദങ്ങൾ പലതും ഉന്നയിച്ചെങ്കിലും നമ്മളും അവരും തമ്മിൽ ഇങ്ങനെ അടിസ്ഥാനപരമായിട്ട് തന്നെ മാറ്റം കിടക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ വഴിയെ പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇവിടെ ഉസ്താദുമാർ സൂചിപ്പിച്ചു, മദ്ഹബിൻ്റെ ആധികാരിക പണ്ഡിതരുടെയും അഹ്ലുസുന്നയുടെ ഉലമാഇൻ്റെ പൊതുവെയുള്ള സവിശേഷതകളാണ് നാം ഇതുവരെ കേട്ടത്. എന്നെ സംബന്ധിച്ചിടത്തോളം അഹ്ലുസുന്നയുടെ ഒരു പാരമ്പര്യത്തിലേക്ക് പോകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുതൽ നമ്മുടെ ഇന്നത്തെ അഹ്ലുസുന്നയുടെ ഉലമാ വരെ നാം ഒന്ന് പരിശോധിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അഹ്ലുസുന്നയുടെ ഉലമാ എന്നും സൂക്ഷിച്ചു പോരുന്ന അല്ലെങ്കിൽ അവർ വളരെയേറെ കണിശതയോടുകൂടെ കണ്ടിരുന്ന ഒരു വിഷയം പൂർണ്ണമായ വിധേയത്വം എന്നതാണ്. പാരമ്പര്യത്തോടുള്ള വിധേയത്വം. പാരമ്പര്യത്തോടുള്ള വിധേയത്വം എന്ന് പറയുമ്പോൾ സ്വന്തം
തനിക്ക് ആരാണോ ഈ പാരമ്പര്യം കൈമാറി തന്നത് അവരോടുള്ള പൂർണ്ണമായ വിധേയത്വം, സമകാലികരായ കിടയറ്റ അഹ്ലുസുന്നയുടെ ഉലമാഇനോടുള്ള വിധേയത്വം, മദ്ഹബിനോടുള്ള വിധേയത്വം വളരെയേറെ പ്രാധാന്യത്തോടുകൂടെ നാം നോട്ട് ചെയ്യേണ്ട ഒരു ഭാഗമാണിതെന്ന് തോന്നുന്നുണ്ട്. ഒന്നാമതായി ഗുരുക്കന്മാരോടുള്ള വിധേയത്വം. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ചരിത്രത്തിലേക്ക് വരുമ്പോൾ ഉസ്താദായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഖുറാസാനിലേക്ക് വരികയും അവിടെ വലിയ സ്വീകാര്യത ലഭിക്കുകയും പിന്നീട് ഒരു തെറ്റിദ്ധാരണ കാരണം മുഹമ്മദ് ബിൻ യഹ്യ അദ്ദുഹലി എന്ന് പറയുന്ന പണ്ഡിതനുമായി ഉണ്ടായ ചില തർക്കങ്ങൾ കാരണം ഖുറാസാനിലെ ജനങ്ങൾ മുഴുവനും ഇമാം ബുഖാരിയെ തെറ്റിദ്ധരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ഖുറാസാനിൽ നിന്നും ഇമാം ബുഖാരി യാത്രയാവുന്നൊരു ഘട്ടം. തൻ്റെ ഉസ്താദിൻ്റെ നിലപാട് അത് വളരെ കൃത്യമാണെന്ന് ബോധ്യപ്പെട്ട ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഇമാം ബുഖാരി തങ്ങളോട് ഒരുമിച്ച് സഹവസിച്ചുകൊണ്ട് ഇമാം മുഹമ്മദ് ബിൻ യഹ്യ ദുഹലി തങ്ങളിൽ നിന്ന് എന്തൊക്കെ എഴുതി സ്വീകരിച്ചിട്ടുണ്ടോ അത് മുഴുവനും നോട്ടുകളാക്കിയിട്ട് അങ്ങോട്ട് തന്നെ കൊടുത്തയച്ച് അങ്ങനെ പൂർണ്ണമായി ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ആ ഒരു ഏത് തീക്ഷ്ണമായ പരീക്ഷണഘട്ടങ്ങളിലും ഉസ്താദിനോട് ഗുരുക്കന്മാരോട് പൂർണ്ണമായ വിധേയത്വം കാണിക്കുന്ന ഒരു സ്വഭാവം അഹ്ലുസുന്നയുടെ ചരിത്രത്തിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കും. സമകാലികരായ പണ്ഡിതന്മാരോടുള്ള വിധേയത്വം നമുക്കറിയാം. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ചരിത്രത്തിലേക്ക് തന്നെ വരുന്ന സമയത്ത് തൻ്റെ ജാമിഉ സ്വഹീഹ് 15 വർഷം കൊണ്ടാണ് ഇമാം പൂർത്തീകരിക്കുന്നത്. തൻ്റെ 44 അല്ലെങ്കിൽ 45 വയസ്സിലാണ് ജാമിഉ സ്വഹീഹ് പൂർത്തീകരിക്കുന്നത്. ഈ ജാമിഉ സ്വഹീഹിൽ ആവർത്തനങ്ങൾ ഒഴിവാക്കി നോക്കിയാൽ 3033 ഹദീസുകളാണ് കാണാൻ സാധിക്കുക. ഈ 3033 ഇന്ന് നാം കാണുന്ന ജാമിഉ സ്വഹീഹിലെ ഹദീസുകൾ എന്ന് പറയുന്നത് അന്നത്തെ കാലഘട്ടത്തിലെ പ്രധാന ഒരു ഹദീസ് പണ്ഡിതനായിരുന്ന ഇമാം അബൂ സുറൈ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ അടുത്ത് പോയിക്കൊണ്ട് ഞാനിതാ ഒരു ഹദീസ് ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്, നിങ്ങളിതൊന്ന് പരിശോധിക്കണം. അങ്ങനെ ഓരോ ഹദീസുകളും കേൾപ്പിച്ചുകൊണ്ട് അതിൽ സിഹത്തിന് ചെറിയ പ്രശ്നം പറയുന്ന ഹദീസുകൾ പോലും മാറ്റിവെച്ചുകൊണ്ട് സമകാലികരായ ഉലമാഇൻ്റെ അഭിപ്രായങ്ങൾ കൂടെ തേടുന്ന ഒരു അഡ്വൈസ് തേടുന്ന സ്വഭാവമാണ് നമുക്ക് അഹ്ലുസുന്നയുടെ പാരമ്പര്യത്തിൽ ഉടനീളം കാണാൻ സാധിക്കുക. മൂന്നാമതായി പൂർവ്വകാല ഉലമാഇനോടുള്ള വിധേയത്വം, മദ്ഹബിനോടുള്ള വിധേയത്വം. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി 7 ലക്ഷത്തോളം ഹദീസുകൾ മനഃപ്പാടമുള്ള ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ പ്രധാനപ്പെട്ട ഒരു ഷെയ്ഖാണ് ഇമാം അൽ ഖറാബീസി. ഷാഫി മദ്ഹബ് ബഹുമാനപ്പെട്ടവർ സ്വീകരിച്ചത് പഠിച്ചത് അവരിൽ നിന്നാണ്. ഷാഫി മദ്ഹബിൽ തൻ്റെ ബുഖാരിയിൽ വരുന്ന ഒരുപാട് അബുവാബുകൾ ഷാഫി മദ്ഹബിൻ്റെ പൂർണ്ണമായ നിയമങ്ങൾക്ക് ഷാഫി ഇമാമിൻ്റെ അക്വാലുകൾക്ക് അസ്ഹാബ് പറഞ്ഞതിനോട് യോജിച്ചുകൊണ്ടാണ്. ഇമാം താജുദ്ദീൻ സുബിക്കി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ തൊബക്കാത്തു ഷാഫി അൽ കുബ്രയിൽ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി തങ്ങളെ എണ്ണുന്നുണ്ട്. അതേസമയം ചെറുപ്പകാലം മുതലേ ഹൻബലി മദ്ഹബും ഹനഫി മദ്ഹബും കൃത്യമായി പഠിച്ച ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയെ ഇമാം അൽ ഖാദി ഇബ്നു അബി അല അൽ ഫറ തൻ്റെ തൊബക്കാത്തുൽ ഹനാബിലയിലും എണ്ണുന്നത് നമുക്ക് കാണാം. ഞാൻ പറഞ്ഞു വരുന്നത് അത്രയും വലിയ ഹദീസുകളുടെ വൈപുല്യമുണ്ടായിട്ടും ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു സ്വതന്ത്ര മദ്ഹബ് വാദവുമായി വന്നുകൊണ്ട് പാരമ്പര്യ ഉലമാഇനോട് അല്ലെങ്കിൽ തൻ്റെ ഉസ്താദുമാരോടുള്ള വിധേയത്വം മാറ്റിവെച്ചുകൊണ്ട് എന്നിലേക്ക് നിങ്ങൾ ഒരു സ്വതന്ത്രമായ ഒരു ശൈലിയിലേക്ക് ഇമാം ബുഖാരി മാറിയിട്ടില്ല, സുഹാഹു സിത്തി രചിച്ച ഒരു ഇമാമും മാറിയിട്ടില്ല എന്നത് നാം വളരെയേറെ പ്രാധാന്യത്തോടുകൂടെ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. അതുപോലെ അതേസമയം നാം നമ്മുടെ അഹ്ലുസുന്നയുടെ പാരമ്പര്യധാരയിൽ നിന്ന് വ്യതിചലിച്ചു പോയ ഏതൊക്കെ പ്രസ്ഥാനങ്ങളുണ്ടോ അവരുടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിമിതിയായിട്ട് നമുക്ക് വായിക്കാൻ സാധിക്കുന്നത് ഈ വിധേയത്വ സ്വഭാവത്തോടുള്ള മുഖം തിരിക്കുന്ന സ്വഭാവമാണ്. വാസിൽ ഇബ്നു അത്ത ഇമാം ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ മജ്ലിസിൽ നിന്ന് മുഅ്തസിലായി നീങ്ങിപ്പോയ ആളാണ്. സമകാലികരായ പണ്ഡിതന്മാരോട് മാന്യത കാണിച്ചില്ല, ബഹുമാനം കാണിച്ചില്ല, അവരുടെ വാക്കുകൾക്ക് ഒരല്പം പോലും വില കൽപ്പിച്ചില്ല എന്നതാണ് ഇബ്നു തൈമിയക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം എന്ന് ഇമാം സുബ്കി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം തഖിയുദ്ദീൻ സുബ്കി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. അദ്ദേഹത്തിന് മുർഷിദായ ഒരു ഷെയ്ഖില്ല, അതല്ലെങ്കിൽ സമകാലികരായ പണ്ഡിതന്മാരുടെ ഉപദേശം പോലും പൂർണ്ണമായി സ്വീകരിക്കാൻ സന്നദ്ധനായില്ല എന്നതാണ്. ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ ഫതാവൽ ഹദീസിയയിൽ പറയുന്നു, നമുക്ക് കാണാം അന്നത്തെ സമകാലികരായ പണ്ഡിതരിൽ പ്രധാനിയായ ഒരു ആലിം ഇമാം, അദ്ദേഹത്തിൻ്റെ പേരവിടെ തിരിച്ചിട്ടില്ല, ഇബ്നു തൈമിയയിലേക്ക് അയച്ചിട്ടുള്ള ഒരു കത്തിൻ്റെ ഒരു കോപ്പി ഇമാം ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ
തൻ്റെ ഫത്താവുൽ ഹദീസയിൽ ഉദ്ധരിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ സിയാറത്തിനെ സംബന്ധിച്ച്, ത്വലാഖ് സംബന്ധിച്ച് അഹ്ലുസുന്നയുടെ അയിമ്മത്ത് കാലങ്ങളായിട്ട് ഇജ്മാ ആയി പറഞ്ഞു പോരുന്ന അഭിപ്രായങ്ങൾക്ക് പോലും വിരുദ്ധമായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ച്, അങ്ങനെ പാരമ്പര്യ ഉലമായിൽ നിന്ന് പാരമ്പര്യമായി നമുക്ക് ലഭിച്ചു പോകുന്ന മുജ്മഉൻ അലൈഹിയായ ഒരുപാട് മസായിലുകളിൽ പോലും സ്വതന്ത്രമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട്, അതിനോടൊക്കെ മുഖം തിരിച്ചുകൊണ്ട്, എത്ര വരെ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സിഫാത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പോലും മുഅ്തസിലി ധാരയോട് സാമ്യമുള്ള ഒരുപാട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയ അദ്ദേഹത്തിന് അന്നത്തെ പ്രധാനപ്പെട്ട ഉലമാ കത്തുകൾ അയച്ചുകൊണ്ട് ഉപദേശിച്ചിരുന്നു. പക്ഷേ അവയ്ക്കൊന്നും ഒരു വിലയും കൽപ്പിച്ചില്ല. പാരമ്പര്യത്തിൻ്റെ സൂക്ഷിപ്പുകാരായ ഉലമാഇൻ്റെ അഭിപ്രായങ്ങൾക്ക് മുഖം കൽപ്പിച്ചില്ല എന്നതാണ്, വില കൽപ്പിച്ചില്ല എന്നതാണ് ഇബ്നു തൈമിയ്യക്ക് പറ്റിയ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ഗുരുനാഥന്മാരോടുള്ള ആദരവ്. ഇമാം സൈനി ദഹ്ലാൻ റഹ്മത്തുള്ളാഹി അലൈഹി ഫിത്നത്തുൽ വഹാബിയ എന്നൊരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. അതിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്, അദ്ദേഹത്തിൻ്റെ ഗുരുവായ ഇമാം ഖുർദി റഹ്മത്തുള്ളാഹി അലൈഹി വളരെ വാത്സല്യത്തോടുകൂടെ സ്നേഹത്തോടുകൂടെ ഉപദേശിക്കുന്ന, ഇബ്നു തൈമിയെ ഉപദേശിക്കുന്ന ഒരു കത്ത് ആ ഗ്രന്ഥത്തിൽ എടുത്തുദ്ധരിക്കുന്നുണ്ട്. ഇമാം ഖുർദി അയച്ച കത്ത്. അതിൽ സമകാലികരായ മുഴുവൻ പണ്ഡിതന്മാരെയും, ഒരുപാട് പണ്ഡിതന്മാരെയും, ഭൂരിഭാഗം സിംഹഭാഗം ഉലമാഇനെയും കുഫറിലേക്ക് വരെ ചെന്ന് ആരോപിക്കുന്ന നിൻ്റെ സ്വഭാവം, മോനെ അതിനേക്കാളും ഭേദം നീ ഒരുത്തൻ കുഫറിലേക്ക് പോയി എന്ന് പറയുന്നതല്ലേ. ഈ രൂപത്തിൽ വളരെ സ്നേഹത്തോടുകൂടെ ഉപദേശിക്കുന്ന ശൈലിയാണ് ഉലമ എപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ സ്വന്തം ഗുരുനാഥൻ്റെ ആ ഉപദേശത്തിന് പോലും വില കൽപ്പിച്ചില്ല എന്നതാണ്. ഈ ഒരു സ്വഭാവം സുന്നയുടെ ധാരയിൽ നിന്ന് വ്യതിചലിച്ചു പോയ ഏതൊക്കെ പ്രസ്ഥാനങ്ങളുണ്ടോ, അവയുടെ അമരക്കാരുണ്ടോ, അവരിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമായിട്ട് സുന്നയോടുള്ള പാരമ്പര്യത്തോടുള്ള വിധേയത്വമില്ലാത്ത ആ ഒരു പ്രവണതയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നമ്മുടെ ഉസ്താദുമാർ നമ്മുടെ സനദ് പരമ്പരയെക്കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു ആമുഖം നമുക്ക് തന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ മദ്ഹബിനെയും അതുപോലെ തന്നെ നമ്മുടെ മറ്റ് 3 മദ്ഹബിൻ്റെ ഇമാമുമാരായ ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, അതുപോലെ ഷാഫി മാലിക് ഇമാം, അബു ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹും. എനിക്ക് പറയാനുള്ളത്, ഈ 4 മദ്ഹബിൻ്റെ ഇമാമുമാരും കർമ്മശാസ്ത്ര അതല്ലെങ്കിൽ ഫിഖ്ഹിലെ മാത്രം ഇമ്മത്തായി നമ്മൾ എണ്ണരുത്. ഈ 4 ഇമാമുമാരും അതുപോലെ അന്ന് ജീവിച്ചിരുന്ന ഫുഖഹാ ഉസമാനിയ, അന്ന് അറിയപ്പെട്ടിരുന്ന 8 ഫുഖഹാക്കളും, ഇവരെല്ലാം കർമ്മശാസ്ത്രത്തിലേക്ക് മാത്രം നമ്മുടെ പരമ്പരയായിട്ട് ചുരുക്കരുത്. നമ്മുടെ ഹദീസിൻ്റെയും ഇൽമുൽ കലാമിൻ്റെയും അതുപോലെ തന്നെ അഖീദയുടെയും തസവുഫിൻ്റെയും എല്ലാം പരമ്പരയും എത്തുന്നത് ഇവരിലേക്കാണ്. അപ്പം ഷാഫി ഇമാമിൻ്റെയും അഥവാ ഷാഫി മദ്ഹബ് എന്ന് പറയുന്നത് നമ്മൾ ഫിഖ്ഹിലുള്ള ഒരു മദ്ഹബായി മാത്രം ചുരുക്കി കാണരുത്. നമ്മുടെ പരമ്പരകളെല്ലാം എത്തിച്ചേരുന്നത് അത് നമ്മുടെ മുഴുവൻ ഡിസിപ്ലിനിലും, നമ്മൾ ഇസ്ലാമിൽ എണ്ണുന്ന ഒരു അഹ്ലുസുന്നയുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് എണ്ണുന്ന മുഴുവൻ ഡിസിപ്ലിനുകളുടെയും പരമ്പര എത്തുന്നത് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ മദ്ഹബിൻ്റെ ഇമാമുകളിലേക്കാണ്. കാരണം ബഹുമാനപ്പെട്ട അശ്അരി റളിയല്ലാഹു അൻഹുവിൻ്റെ ഉസ്താദായിരുന്ന മുറാദി റളിയല്ലാഹു അൻഹു, അവരുടെ ഉസ്താദാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫി റളിയല്ലാഹു അൻഹു. അവരുടെ ഉസ്താദാണ് ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. വ്യത്യസ്തമായ ത്വരീഖുകളിലൂടെ വീണ്ടും അബു ഹനീഫ റളിയല്ലാഹു അൻഹുവിലേക്ക് എത്തുന്നുണ്ട്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അബു ഹനീഫത്ത് റളിയല്ലാഹു അൻഹു അന്ന് ഇറാഖിൽ ജീവിച്ചിരുന്ന പ്രമുഖരായ താബീങ്ങളുടെയും അതുപോലെ തന്നെ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു, അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്നെല്ലാം ഇൽമ സ്വീകരിച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു അടിസ്ഥാനപരമായ വേരിലേക്ക് എത്തിച്ചേരുന്ന ഒരു വ്യക്തമായ പരമ്പരയെ അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ഈ അഇമ്മത്തുൽ അർബഅ കാട്ടി തന്നിട്ടുള്ള ഈ വലിയ ഇസ്ലാമിക ലോകം, ഇസ്ലാമിൻ്റെ വിജ്ഞാന ലോകം, ആ വിജ്ഞാന ലോകത്തെ ഫിഖ്ഹിലേക്ക് മാത്രം ചുരുക്കി കാണിക്കാതെ അഖീദയിലെയും തസവുഫിലെയും എല്ലാം ആണെന്ന് നമുക്ക് പഠിപ്പിക്കണം. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ ഇബ്നു മക്കി റളിയല്ലാഹു അൻഹു എഴുതിയ തബഖാത്തിൽ ബഹുമാനപ്പെട്ട മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു സംഭവം പറയുന്നുണ്ട്.
അദ്ദേഹം ഒരു വസിയത്തായി പറയുന്നുണ്ട്, ഐ യക്കൂന, മുത്താലിമീങ്ങളുടെ ഒരു വസിയത്തായി പറയുന്നുണ്ട്, ഐ യക്കൂന മുത്തബിയാൻ ലിയാസാരി ലിമൻ കബൽ, നിങ്ങളുടെ മുമ്പുള്ള ആളുകളുടെ അറിവുകളെ നിങ്ങൾ തേടിപ്പിടിക്കണം, അവരുടെ വിശ്വാസശാസ്ത്രത്തിലും ഫിഖ്ഹിലെയും അവരെ നിങ്ങൾ പിൻപറ്റണമെന്ന് മുത്താലിമീങ്ങളോട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം അബു ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ ഒരു റിസാലയുണ്ട് ആദാബുൽ ആലിം വൽ മുത്തഅല്ലിം. അതിലും കുറേ വസിയത്തുകൾ പറയുന്നുണ്ട്, മുത്തഅല്ലിമീങ്ങളുടെ ഉപദേശങ്ങൾ പറയുന്നുണ്ട്. ഒരു ഷെയ്ഖിൽ നിന്ന് നിന്നെ നിയന്ത്രിക്കുന്ന ഒരു ഷെയ്ഖിൽ നിന്നാകണം നീ ഇൽമ സ്വീകരിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. അപ്പം നമുക്ക് മനസ്സിലാകുന്നത് ബഹുമാനപ്പെട്ട അഇമ്മത്തുൽ അർബ കാട്ടി തന്നിട്ടുള്ളത് നമുക്ക് ഫിഖ്ഹ് മാത്രമല്ല, നമ്മുടെ ഹദീസിനെയും തസവുഫിനെയും അതുപോലെ തന്നെ തഫ്സീറിനെയും നമുക്ക് കാട്ടി തന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം അബു ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു തൻ്റെ ഉസ്താദുമാരെ എണ്ണുന്നിടത്ത് പറയുന്നുണ്ട്, ഹമാദ് ബിൻ സുലൈമാൻ റളിയല്ലാഹുവിനെ എണ്ണുന്നുണ്ട്. മൂപ്പരുടെ പരമ്പര എത്തുന്നത് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിൻ അബ്ബാസ്, തഫ്സീറുകളുടെ സയ്യിദുൽ മുഫസ്സിരീൻ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹുവിനിലേക്കാണ്. ഈ പരമ്പരയും കാട്ടിത്തരുന്നത് തഫ്സീറിലൂടെ ഈ തഫ്സീർ എങ്ങനെയാണ് ബഹുമാനപ്പെട്ട അബു ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹുവിനിലേക്ക് എത്തിയതാണ്. അതുപോലെ ഹദീസിലും നമുക്ക് കാണാം, അസഹുൽ അസാനിദായി എണ്ണുന്ന ബഹുമാനപ്പെട്ട മാലിക്കി അസഹുൽ അസാനിദായി എണ്ണുന്ന പ്രധാനപ്പെട്ട 3 മുസ്നദുകളുടെ ത്വരീഖുകളുണ്ട്. അതിൽ പ്രധാനമായും എണ്ണപ്പെടുന്നത് ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ ത്വരീഖാണ്. ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ നാഫിയ മൗല ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മൗലയായ നാഫി റളിയല്ലാഹു അൻഹു, അതിനുശേഷം അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അതിനുശേഷം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, സാലിം റളിയല്ലാഹു അൻഹുനും, അതുപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുനും, അതുപോലെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മുത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും ഗ്രാസ്പ് ചെയ്ത ആ ഒരു അറിവാണ് നമ്മുടെ അടുക്കലുള്ളത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ഇപ്പോൾ പറഞ്ഞെത്തിയത് നമ്മുടെ ഇമാമുകൾ നമുക്ക് കൈമാറി തന്നിട്ടുള്ള ഈ പാരമ്പര്യം എന്ന് പറയുന്നത് കേവലം അവരവർ രചന നടത്തുകയും അല്ലെങ്കിൽ അവർ പ്രസിദ്ധരാവുകയും ചെയ്ത മേഖലയിൽ മാത്രമല്ല. ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ ക്രോഡീകരണം നടന്നിട്ടുള്ളത്, വൈജ്ഞാനിക ക്രോഡീകരണം നടന്നിട്ടുള്ളത് കർമ്മശാസ്ത്ര വിഷയത്തിലാണെങ്കിലും നമ്മുടെ അഖീദയിലെയും വിശ്വാസത്തിലെയും അതുപോലെ തന്നെ ആത്മീയ മേഖലയിലെ തസവുഫിലെയും ഒക്കെ ഇമാമ് തന്നെയാണ് ബഹുമാനപ്പെട്ടവർ. ഇത് തെളിയിക്കുന്ന ഒരു വാചകം ബഹുമാനപ്പെട്ട ഇമാം റബീഅ റളിയല്ലാഹു അൻഹു, ഷാഫി ഇമാം തങ്ങളുടെ ശിഷ്യൻ റബീഉൽ മുറാദി പറയുന്നതായിട്ട് കാണാം. ആദ്യം ആ വിഷയം പറയാം. നമുക്കറിയാം, നമ്മൾ അശ്അരികൾ അവരുടെ ഒരു പ്രധാനപ്പെട്ട വിശ്വാസം എന്ന് പറഞ്ഞാൽ അഹ്ലുസുന്നയുടെ പ്രധാനപ്പെട്ട ഒരു വിശ്വാസം സൃഷ്ടികളുടെയൊക്കെ പ്രവൃത്തികൾ, ഓരോ സൃഷ്ടികളുടെയും, നമ്മുടെയൊക്കെ അഥവാ ഇനി ഭൂമിയിലുള്ള എല്ലാ സൃഷ്ടികളുടെയും ഒക്കെ പ്രവൃത്തികളുടെ സൃഷ്ടാവ് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അഖീദയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഏതൊരു പ്രവർത്തനത്തെയും സൃഷ്ടിച്ചു തരുന്നത് അല്ലാഹുവാണ്. ഇപ്പോൾ നമ്മൾ ഒരു കൈ ഇങ്ങനെ ഉയർത്തുകയാണെങ്കിൽ ഈ കൈ ഉയർത്തുന്നിടത്ത് ഈ കൈ ഉയർത്തുക എന്ന പ്രവൃത്തി നമ്മൾ എൻ്റേതാണെന്ന് പറയും ചിലപ്പോൾ. ആ പ്രവൃത്തിയുടെ ഫിഅല് എന്നാണ് അതിനെക്കുറിച്ച് അശ്അരികൾ പറയുന്നത്. ഫിഅല് എൻ്റേതാണെങ്കിലും അതിൻ്റെ ഖൽഖ് അള്ളാഹുവിൻ്റെതാണ്. അപ്പം നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണെന്നതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തനവും അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പാണ്. വല്ലാഹു ഖലഖക്കും വമാ തഅമലൂൻ എന്ന് ഖുർആനിൽ അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ അള്ളാഹു പടച്ചിട്ടുണ്ട്, നിങ്ങളുടെ പ്രവർത്തനങ്ങളെയും അള്ളാഹുവാണ് പടച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആശയം അശ്അരി മദ്ഹബ് മുന്നോട്ട് വെക്കുമ്പോൾ പലപ്പോഴും ഇന്ന് നമ്മളിപ്പോൾ പറഞ്ഞൊരു സാഹചര്യത്തിൽ ഈ ഒരു ആശയം അത് അശ്അരികൾ ഉണ്ടാക്കിയതാണ് എന്നൊക്കെ അപവാദങ്ങൾ നമ്മൾ കേൾക്കും. ശരിക്കും പറഞ്ഞാൽ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു തന്നെ ഇതേ ആശയം പറയുന്നത് കാണാം. റബീഉൽ മുറാദി പറഞ്ഞു, അന്നഹു ഖാല, ഷാഫിഈ ഇമാം തങ്ങൾ പറയാണ്, അന്നാസു ലം യഖ്ലുഖു അഅമാലഹും, ജനങ്ങളാരും അവരുടെ പ്രവർത്തനത്തെ പടച്ചിട്ടില്ല. ബൽ ഹിയ ഖൽഖും മിനല്ലാഹി തആല വഫിഅലുൻ ലിൽ ഇബാദ്, അതൊക്കെ അള്ളാഹുവിൽ നിന്നുള്ള സൃഷ്ടിപ്പാണെന്നും അടിമകളുടെ ഫിഅല് അഥവാ ആ പ്രവൃത്തി ചെയ്യാനുള്ള ഇൻറ്റൻഷൻ അതുണ്ടാകുന്നത് അടിമയിൽ നിന്നാണ്, അവരാണത് പ്രവർത്തിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം എന്നും ഷാഫിഈ ഇമാം തങ്ങൾ പറയുന്നു. ഒരു സങ്കീർണമായ ഫിലോസഫിയാണിത്.
ശരിക്കും പറഞ്ഞാൽ അത് അശ്അരികൾ പറഞ്ഞിട്ടുള്ള ഈ മസ്അല അവർ പുതിയതായിട്ട് പറഞ്ഞതല്ല. അയിമ്മത്തുൽ അർബഅ അല്ലെങ്കിൽ അവിടുന്ന് അങ്ങോട്ട് സ്വഹാബത്തിൻ്റെയും ഒക്കെ നിലപാടുകൾ തന്നെയാണ് ഈ മദ്ഹബുകളായി ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ ഷാഫി ഇമാം തങ്ങൾ പ്രസിദ്ധരായിരിക്കുന്നത് കർമ്മശാസ്ത്ര മേഖലയിലാണെങ്കിലും ഷാഫി ഇമാം തങ്ങളുടെ വിശ്വാസപരമായ കാര്യങ്ങൾ ഇന്ന് ക്രോഡീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് കാരണമുണ്ട്. ഈ ഉൽപ്പതിഷ്ണു വിഭാഗം വന്നുകൊണ്ട് വിശ്വാസപരമായിട്ട് ഇമാം ഷാഫിഈ ഞങ്ങളുടെ പക്ഷത്തായിരുന്നു എന്ന് പറയുമ്പോൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരുപാട് പണ്ഡിതന്മാർ, നേരത്തെ തന്നെ ഷാഫി ഇമാം തങ്ങളുടെ അഖീദയെക്കുറിച്ചുള്ള കിതാബുകളുണ്ട്, എന്നാൽ അതേക്കുറിച്ച് കൂടുതൽ ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണെന്നുള്ളത്. അതുപോലെ തന്നെ സച്ചരിതരായ മുഴുവൻ ഇമാമുകളുടെയും അഖീദത്തുൽ ഇമാമിൻ നവവി, അതുപോലെ തന്നെ അഖീദത്ത് ഇബ്നു ഹജറിൽ അസ്ഖലാനി എന്നൊക്കെ പേരിൽ ഇന്ന് റിസാലകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ശരിക്ക് പറഞ്ഞാൽ ഈ അശ്അരി മാതുരീദി മദ്ഹബുകൾ പറഞ്ഞിട്ടുള്ള ഈ രണ്ട് വിശ്വാസധാരകൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയങ്ങൾ ഷാഫി ഇമാമിനെ പോലെ അതുപോലെ തന്നെ താബിഈകളായിട്ടുള്ള ഇമാമുകൾ അവിടുന്ന് അങ്ങോട്ടുള്ള സ്വഹാബത്ത് വരെയുള്ള പണ്ഡിതന്മാർ കൈമാറി തന്ന ആശയം തന്നെയാണ്. അത് ക്രോഡീകരിക്കുക മാത്രമാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മദ്ഹബുകൾ ചെയ്തിട്ടുള്ളത്, രണ്ട് ധാരകളും ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവിടെ നമ്മൾ ഈ അഹ്ലുസുന്നയുടെ പാരമ്പര്യം അല്ലെങ്കിൽ മുൻഗാമികളിൽ നിന്നും കൈമാറ്റം ചെയ്യപ്പെട്ട സലഫിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് ഖലഫിലേക്ക് കൈമാറിപ്പോന്ന ആശയമെന്ന് പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഈ അയിമ്മത്തിൻ്റെയൊക്കെ ചരിത്രങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത്. ഞാനങ്ങനെ പറയാൻ കാരണം പലപ്പോഴും മുൻഗാമികൾ ഞങ്ങളുടെ നേതൃത്വമാണെന്ന് അവകാശവാദം ഉന്നയിക്കുന്ന ആളുകൾ ഖുർആൻ സുന്നത്ത് എന്ന് പറയുകയല്ലാതെ അത് കൈമാറ്റം ചെയ്യപ്പെടാൻ ഹേതുവായ നിമിത്തമായ ഈ അയിമ്മത്തിൻ്റെ ചരിത്രങ്ങൾ പരിശോധിക്കുന്നില്ല. ചരിത്രങ്ങൾ വിശദമായി പരതുമ്പോൾ തീർച്ചയായും അവരുടെ ഓരോ വിഷയത്തിലെയും നിലപാടുകൾ, ഇപ്പോൾ നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചു, ഈ നമ്മുടെ പ്രവർത്തനങ്ങൾ അതൊക്കെ അള്ളാഹുവിൻ്റെ ഖൽഖാണ്, സൃഷ്ടിയാണ് എന്നുള്ള കാര്യങ്ങൾ. ഇനി അതല്ല അപ്പുറത്തേക്ക് നമ്മൾ ഏത് വിഷയം എടുത്താലും, ഇപ്പോൾ ഖുർആൻ സൃഷ്ടി വിവാദം എന്ന് പറഞ്ഞ് വലിയ വിവാദം അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ കാലഘട്ടത്തിലുണ്ടായി. മഹാനവർകൾ ആ വിഷയത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ നിലപാടിൽ ഉറച്ചു നിന്നതിൻ്റെ പേരിൽ ഒരുപാട് പരീക്ഷണങ്ങൾക്ക് ഹേതുവായി അവർ ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അയിമ്മത്ത് ആ വിഷയത്തിൽ മാത്രം ഗ്രന്ഥങ്ങൾ പോലും രചിച്ചിട്ടുണ്ട്. ആ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അഹ്ലുസുന്നയുടെ ആ ഒരു മാർഗത്തിൽ ഉറച്ചു നിന്നതിൻ്റെ പേരിലാണ് അന്ന് അത്രയും പ്രയാസം നേരിട്ടത്. ആ വിഷയത്തിലേക്ക് അവിടത്തോട് ചോദ്യം ഉന്നയിക്കപ്പെട്ടപ്പോൾ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്, അൽ ഖുർആനു കലാമുല്ലാഹി ഗൈറു മഖ്ലൂഖ് എന്ന ആ ഒരു മോട്ടോ, ആ ഒരു പ്രധാനപ്പെട്ട അടിസ്ഥാനത്തിൽ മഹാനവർകൾ ഉറച്ചു നിന്നു എന്ന് മാത്രമല്ല, അത് സംബന്ധിയായി ഉദ്ധരിക്കപ്പെട്ട ചോദ്യങ്ങൾക്കൊക്കെ മഹാനവർകൾ വസ്തുനിഷ്ഠമായി മറുപടി പറഞ്ഞത് വിശദമായി തന്നെ ഇമാം താജുദ്ദീൻ സുബിക്കി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തവഖാത്ത് അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ നമുക്ക് വിശദമായി വായിക്കാൻ കഴിയും. ഞാൻ പറഞ്ഞു വന്നത് ഒരു ഫിഖ്ഹിൻ്റെ മേഖലയിൽ മാത്രമല്ല അവർക്ക് കഴിവുള്ളത്, അഖീദയിൽ അവർ നല്ല വിശ്വാസം വെച്ച് പുലർത്തി എന്നുമല്ല, മറിച്ച് ആ വിശ്വാസധാരയെ കെട്ടിപ്പടുക്കുന്ന അല്ലെങ്കിൽ അതിനെ ശക്തിപ്പെടുത്തുന്ന രേഖകൾ സമർത്ഥിക്കാൻ പോലും മഹാനവർകൾക്ക് ഹംബലി മദ്ഹബിൻ്റെ നേതൃത്വമായിരുന്നിട്ട് പോലും അഖീദയിൽ കൂടി മഹാനവർകളുടെ കഴിവ് നിസ്തുലമായിരുന്നു. അത്രയും അമൂല്യമായ സംഭാവനകൾ അവർ നൽകുകയും പിൽക്കാലക്കാർ അത് ഉദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ഓരോ ചരിത്രം വായിക്കുമ്പോഴാണ് കറക്റ്റ് നമ്മുടെ പാത അതിങ്ങനെ യാതൊരു വള്ളിക്ക് പുള്ളിക്ക് മാറ്റമില്ലാതെ തന്നെ കൈമാറ്റം ചെയ്യപ്പെട്ടു എന്ന് കൃത്യമായി ബോധ്യപ്പെടുക. ഈ ഒരു സംഭവത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന് ഖൽഖുൽ ഖുർആനുമായി ബന്ധപ്പെട്ട് വലിയ പരീക്ഷണം വരാൻ പോകുന്നുവെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിന് സ്വപ്നം മുഖേന നിർദ്ദേശം ലഭിക്കുകയും അങ്ങനെ ശിഷ്യരായ റബീഅ് തങ്ങളെ അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ അടുത്തേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു, ഒരു ലെറ്ററുമായിട്ട്, ഒരു കത്തുമായിട്ട്. എന്നിട്ട് ഞാൻ ആ സംഭവം വിശദീകരിക്കല്ല, അവിടെ അഹ്മദ് ബിൻ ഹംബൽ തങ്ങളോട് ഷാഫി ഇമാം കത്തിൽ പറയുന്ന ഒരു നിർദ്ദേശമുണ്ട്, ഇന്നക സതുംതഹനു, നിശ്ചയം നിങ്ങൾ പിന്നീട് പരീക്ഷിക്കപ്പെടും. അങ്ങനെ ഈ കത്ത് കിട്ടിയപ്പോൾ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ സന്തോഷിക്കുകയാണ്, അൽഹംദുലില്ലാഹ്, അള്ളാഹു ഒരു പരീക്ഷണം നൽകുമ്പോൾ അതിൽ ക്ഷമിച്ചാൽ നല്ല കൂലി കിട്ടുമല്ലോ,
അപ്പോൾ എൻ്റെ ഉസ്താദ് എനിക്ക് നല്ലൊരു സന്തോഷ വാർത്ത അറിയിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ് എന്ന രീതിയിൽ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ അപ്പോൾ ധരിച്ചിരുന്ന ഖമീസ് എടുത്ത് അത് ഊരി ആ സന്തോഷ വാർത്ത അറിയിച്ച വകയിൽ റബീഅ തങ്ങൾക്ക് കൈമാറുകയാണ്. കൈമാറി റബീഅ തങ്ങൾ തിരിച്ച് ഷാഫിഈ ഇമാം റളിയല്ലാഹുവിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ചോദിച്ചു, നിങ്ങൾ ചെന്ന് കത്തൊക്കെ കൈമാറിയില്ല, എന്താണ് അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞത്? ഷാഫി ഇമാമിൻ്റെ ശിഷ്യരാണ് അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ. ആ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ എന്ത് പ്രതികരിച്ചു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് അവിടുന്ന് നല്ലൊരു ഖമീസ്, അവിടുന്ന് ധരിച്ചിരുന്ന ഖമീസ് സമ്മാനിച്ചു. അപ്പം ഷാഫി ഇമാം പിന്നീട് ആ ഖമീസ് കൊണ്ട് ബർക്കത്തെടുക്കുകയാണ്. അവിടെ മറ്റൊരു വിഷയം കൂടി, അഹ്ലുസുന്നയുടെ പ്രധാനപ്പെട്ട ഇന്ന് വളരെയധികം വിവാദങ്ങൾ കത്തി നിൽക്കുന്ന തബറുക്കിൻ്റെ വിഷയവും അവിടെ ചർച്ചയ്ക്ക് വരികയാണ്. ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ചരിത്രം പഠിക്കുമ്പോഴാണ് സത്യത്തിൽ നമുക്ക് മുൻഗാമികളുടെ സലഫിൻ്റെ മാതൃക എവിടെയാണ്, അവർ എവിടെയാണ് നിലക്കൊണ്ടത് എന്ന് കൃത്യമായി ബോധ്യപ്പെടുക. ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ എൻ്റെ മുത്താലിമുകൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട ഷാഫി ഇമാം റളിയല്ലാഹുവിൻ്റെ ഈ സംഭവം ഇതിങ്ങനെ തന്നെ പണ്ഡിതന്മാർ പല കിതാബുകളിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഉദാഹരണമായി ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സബത്തിലും ഇമാം താജുദ്ദീൻ സുബിക്കി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തവഖാത്തു ഷാഫിഇയ്യ അൽ കുബ്രയിലൊക്കെ ഈ സംഭവമുണ്ട്. അതേസമയം ഇതിൻ്റെ മറ്റൊരു റിപ്പോർട്ട് ചില ഗ്രന്ഥങ്ങളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അത് അടിസ്ഥാനരഹിതമാണെന്ന് അയിമത്ത് തന്നെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ആ സംഭവത്തിൽ ഇങ്ങനെയാണുള്ളത്, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പരീക്ഷണ കാലഘട്ടത്ത് ആ സമയത്ത് ധരിച്ചിരുന്ന ഖമീസ് കൊണ്ട് ഷാഫി ഇമാം ബർക്കത്തെടുത്തു എന്ന്. അത് കാലഗണനയനുസരിച്ച് അത് ശരിയാവുകയില്ല. കാരണം അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ ജയിലിൽ അടക്കപ്പെടുന്ന സമയമായപ്പോഴേക്ക് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു വഫാത്തായി പോയിട്ടുണ്ട്. ആയതിനാൽ തന്നെ ആ ചരിത്രത്തിൽ ഈ ആദ്യം പറഞ്ഞ റിപ്പോർട്ടാണ് സ്വീകാര്യയോഗ്യം, രണ്ടാമത്തേത് സ്വീകാര്യയോഗ്യമല്ലെന്ന് അല്ലാമ ഇബ്നു അല്ലാൻ റഹിമഹുല്ല അദ്കാറിൻ്റെ ഷർഹ് ആയ അൽ ഫുതുഹാത്തുർ റബ്ബാനിയയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഞാൻ ഇടയ്ക്ക് ഉണർത്തിയെന്ന് മാത്രം. ഏതായാലും ആ ഒരു പാരമ്പര്യത്തിൻ്റെ വിഷയം അത് നമ്മൾ എവിടെ പരിശോധിച്ചാലും കാണാൻ കഴിയും. ഇപ്പോൾ നമ്മളൊക്കെ ഉസ്താദുമാരൊക്കെ വന്നാൽ അവരെ വല്ലാതെ തഅലീം ചെയ്യും. അതുപോലെ തന്നെ അവർ വാഹനം കയറുകയാണെങ്കിൽ കൂടെ പോയി ആ വാഹനത്തിലേക്ക് കയറ്റിയിട്ട് തിരിച്ചു വരുന്ന രംഗം, ഇതൊക്കെ സ്വഹാബത്തിൽ നിന്ന് പോലും നമുക്കതിന് മാതൃക കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്ന സമയത്ത് വളരെ കുട്ടിയാണ്. അപ്പോൾ സ്വഹാബത്തിനോടൊക്കെ ബാക്കിയുള്ള ചില സ്വഹാബികളോട് പറഞ്ഞു, നമുക്ക് കുറച്ച് കൂടുതൽ ഇൽമ് ശേഖരിക്കുക, ഇപ്പോൾ വലിയ വലിയ സ്വഹാബത്ത് കിബാറു സ്വഹാബ ജീവിച്ചിരിപ്പുണ്ട്, അവർ വഫാത്തായാൽ ഇൽമ് നഷ്ടപ്പെട്ടാലോ എന്ന് പറഞ്ഞപ്പോൾ മുഷാവറ നടത്തപ്പെട്ട അവർ പറഞ്ഞു, അതിൻ്റെ ആവശ്യമുണ്ടോ, കൂടുതൽ അന്വേഷിക്കേണ്ടതുണ്ടോ, അത്യാവശ്യത്തിന് ആളുകളുണ്ടല്ലോ, ഇനി നമ്മൾ കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ടോ എന്ന നിലക്ക് അവരൊന്ന് മാറി നിന്നു. പക്ഷേ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ പിന്നീട് ഇറങ്ങുകയാണ്. ഇറങ്ങിയിട്ട് പ്രമുഖരായ ഓരോ സ്വഹാബിയുടെയും വീട്ടുവാതിൽക്കൽ ചൊല്ലും. അപ്പോൾ ചിലപ്പോൾ ഉച്ച സമയത്തൊക്കെ ആണെങ്കിൽ ആ സ്വഹാബി കൈലൂലത്ത് ഉറങ്ങിയായിരിക്കും, അല്ലെങ്കിൽ ഡോറ് ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ മഹാനവറുകൾ വാതിൽ മുട്ടുകയോ അല്ലെങ്കിൽ ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് അറിയിക്കുകയോ ചെയ്യുകയില്ല. അവിടെ ഇരിക്കും, നിലത്തിരുന്ന് ചിലപ്പോൾ മണൽ കാറ്റടിച്ചിട്ട് മണൽ പൊടിപടലങ്ങളൊക്കെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ശരീരത്തിൽ പറ്റി. പിന്നെ അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരിക്കും ഈ സ്വഹാബി ഡോറ് തുറന്ന് പുറത്തേക്ക് വരിക. അപ്പോഴാണ് കാണുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യ പുത്രരായ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് തങ്ങൾ അവിടെ ഇരിക്കുകയാണ്. മഹാനവറുകളോട് പറയും, നിങ്ങൾ വന്നിരുന്ന ആ സമയത്തൊന്ന് അറിയിച്ചിരുന്നെങ്കിൽ ഞാൻ പുറത്തു വരുമായിരുന്നല്ലോ എന്ന് സ്വഹാബി പറഞ്ഞപ്പോൾ ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുകയാണ്, ഞാൻ പിന്നെ ആ ഒരു തഅലീം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രയാസമാകണ്ട എന്ന നിലക്ക് മാറി നിന്നതാണെന്ന് പറഞ്ഞ സംഭവമൊക്കെ ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞൊന്ന് അതിൻ്റെ ഒരു ബാക്കി പത്രമുണ്ട്. ബഹുമാനപ്പെട്ട ഉബയ്യ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഉബയ്യ് തങ്ങളുടെ വാഹനത്തിൻ്റെ അടുത്തേക്ക് ഇബ്നു അബ്ബാസ് തങ്ങൾ പോയിട്ട് അനുഗമിക്കുകയും അങ്ങനെ ഇബ്നു അബ്ബാസ് തങ്ങളോട് എന്താ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഉബയ്യ് റളിയല്ലാഹു അൻഹുവിനോട് ഇബ്നു അബ്ബാസ് തങ്ങൾ തിരിച്ചു പറയുന്നുണ്ട്, ഹക്കദാ അമറന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ഒരു മാതൃക അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പഠിപ്പിച്ചതാണ്. അങ്ങനെ ഉബയ്യ് തങ്ങൾ മുന്നോട്ട് പോയി അവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് ഉബയ്യ് റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസ് തങ്ങളെ കൈപിടിച്ച് ചുംബിക്കുകയാണ്. അപ്പോൾ ചോദിച്ചു, നിങ്ങൾ എന്തേ ഇങ്ങനെ ചെയ്യുന്നു? അപ്പോൾ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉബയ്യ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇപ്രകാരം അഹ്ലുബൈത്തിനെ മാനിക്കണം, ബഹുമാനിക്കണമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ ഞങ്ങളെയും പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ അന്യോന്യം അഹ്ലുബൈത്തിനോട്
ഇങ്ങോട്ട് താഴ്ദീം, ഉലമാക്കളോട് അങ്ങോട്ട് താഴ്ദീം, ഇതൊക്കെ ആ സ്വഹാബത്തിൻ്റെ ആ ഒരു ചര്യ, അവർക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന്, അങ്ങനെ സ്വഹാബത്തിൽ നിന്ന് അടുത്ത തലമുറ അങ്ങനെ കൈമാറ്റം ചെയ്യപ്പെട്ടു പോരുന്ന ഒരു ശൈലിയാണ് അഹ്ലുസുന്നയുടെ മാതൃക എന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഉബൈ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഇബ്നു അബ്ബാസ് തങ്ങളുടെയും ഈ സംഭവം ഒരല്പം വിശദീകരിച്ചുകൊണ്ട് തന്നെ ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിൻ്റെ സബത്ത്, എൻ്റെ മുത്താലിം സുഹൃത്തുക്കളായ നമ്മളൊക്കെ ഒരു വേള വായിച്ചു തീർക്കേണ്ട ഒരു ഗ്രന്ഥം കൂടിയാണത്. ഒരു 500 പേജ് ഉണ്ടാകും. അതിൻ്റെ ഒരു എഡിഷൻ പൂർണ്ണമായി ചിലവായി PDF അപ്ലോഡ് ചെയ്യപ്പെട്ടിട്ട് പോലും വീണ്ടും രണ്ടാമത് പ്രസിദ്ധീകരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്ന അത്രയും ആധികാരികമായൊരു ഗ്രന്ഥം. ധാരാളം വിഷയങ്ങൾ അതിൽ ചർച്ചയ്ക്കെടുക്കുന്നുണ്ട്. അതിൽ ഈ വിഷയവും വിശദമായി പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞതിൻ്റെ ചുരുക്കം, നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ച ആ ഒരു വിധേയത്വം, അല്ലെങ്കിൽ മുൻഗാമികളായ അയിമ്മത്തിനോട്, അല്ലെങ്കിൽ സമകാലികരോട്, അഹ്ലുബൈത്തിനോട്, ഉലമാക്കളോടൊക്കെ ഉള്ള ആ ഒരു ആദരവും ബഹുമാനവും ഇന്ന് എങ്ങനെയാണോ നമ്മൾ കാത്തു സൂക്ഷിക്കുന്നത്, അതൊക്കെ മുമ്പേ അങ്ങനെ കൈമാറ്റം ചെയ്യപ്പെട്ടു പോരുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിലൊക്കെ സ്വഹാബത്ത് അങ്ങേറ്റം ആദരവ്, ബഹുമാനം കാത്തു സംരക്ഷിച്ചതൊക്കെ വലിയ വലിയ മുഹദ്ദിസീങ്ങൾ, ആധികാരിക ശബ്ദങ്ങളായ മുഹദ്ദിസീങ്ങൾ തന്നെ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ നിവേദനം ചെയ്ത ഹദീസുകളൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടതാണ്. അതുകൊണ്ട് അങ്ങോട്ടൊന്നും കടക്കുന്നില്ല. ആയതിനാൽ ആ ഒരു ആദരവ്, അതിൻ്റെ ഭാഗം അല്ലെങ്കിൽ തബറുക്കിൻ്റെ ഭാഗം, ഏത് വിഷയം എടുത്താലും അത് വളരെ കറക്റ്റായി സലഫിൻ്റെ മൻഹജ്, ആ മൻഹജു സലഫിൽ അഹ്ലുസുന്ന ക്രമം തെറ്റാതെ മുന്നോട്ട് പോരുകയാണ്. ഇവിടെ ഒരു ഇബാർത്ത് കൂടി ഈ ചർച്ചയിൽ ഞാൻ അവസാനം വെക്കുകയാണ്. ബഹുമാനപ്പെട്ട അല്ലാമ നമ്മളെ ബഗിയത്തുൽ മുർസർഷിദീൻ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത് അബ്ദുറഹ്മാൻ അൽ മഷ്ഹൂർ എന്നവർ രേഖപ്പെടുത്തുന്നുണ്ട്. ബഗിയയുടെ അവസാനത്തിൽ തവസ്സുലുമായി ബന്ധപ്പെട്ടൊരു ചർച്ച, ആ വിഷയമല്ല ഞാനിവിടെ പറയുന്നത്. അവിടെ മഹാനവറുകൾ പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ചില ആളുകൾ പറയുന്നുണ്ട് തവസ്സുല് അനിസ്ലാമികമാണെന്ന്. അതിനെപ്പറ്റി മഹാനവറുകൾ എടുത്തു വെക്കുന്ന ഒരു 2 വരി മഹാനവറുകൾ പറയാണ്, അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ലബതലത്തി ശരീഅത്തുൽ മുഹമ്മദിയ്യ, നമുക്ക് പരിശുദ്ധ ഇസ്ലാം കൈമാറി തന്നത് സ്വഹാബത്ത്, അവരിൽ നിന്ന് താബിഈങ്ങൾ, തബുഅ താബിഈങ്ങൾ, അങ്ങനെ ആ പരമ്പരക്ക് പിഴവ് പറ്റിയെന്ന് പറയുമ്പോൾ പിഴച്ചവർ വഴിയാണ് നമുക്ക് ഖുർആൻ ലഭിച്ചത്, ഹദീസ് ലഭിച്ചത് എന്ന് പറയേണ്ട ഒരവസ്ഥയിലേക്ക് എത്തും. അങ്ങനെ ആ ഒരു അവസ്ഥ പരിശുദ്ധമായ ശരീഅത്ത് ബാത്തിലാണെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുമെന്ന് മഹാനവറുകൾ അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൂടി ഇവിടെ നമുക്ക് ചേർത്ത് വായിക്കാം. ഉസ്താദ് ഇവിടെ പ്രധാനമായും പറഞ്ഞു വെച്ചത്, നാം അഹ്ലുസുന്നയുടെ പാരമ്പര്യ ഉലമാഇൻ്റെ ചരിത്രങ്ങൾ വിശകലനം ചെയ്ത് പഠിക്കണമെന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അവർ സഹിച്ചിട്ടുള്ള വേദനകളും പരീക്ഷണങ്ങളും മനസ്സിലാക്കുമ്പോഴാണ് അവർ എത്രമാത്രം പ്രയാസങ്ങൾ സഹിച്ചിട്ടാണ് നമുക്ക് ഈ പാരമ്പര്യത്തെ കൈമാറി തന്നിട്ടുള്ളത് എന്ന് നമുക്ക് ബോധ്യപ്പെടും. അതുപോലെ ഉലമാഇനോട്, പാരമ്പര്യ ഉലമാ പണ്ടുകാലം മുതലേ സൂക്ഷിച്ചു പോരുന്ന ആ ഒരു ഗുരുശിഷ്യ ബന്ധം, വിധേയപ്പെടൽ, അതിൻ്റെ അനൽപ്പം നിദർശനങ്ങളാണ് ഉസ്താദ് ഇന്ന് നമുക്ക് സമ്മാനിച്ചത്. ഇതിനോട് ഒരു സംഭവം കൂടി ഞാൻ ചേർത്ത് വെക്കുകയാണ്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കൽ ഇമാം ബുഖാരി തങ്ങളോട് പറയുന്നുണ്ട്, ദഅനി ഹത്താ ഉഖബ്ബില റിജ്ലക് യാ ഉസ്താദ് അൽ അസാതീദ് വ സയ്യിദ് അൽ മുഹദ്ദിസീൻ വ തബീബ് അൽ ഹദീസ് ഫി ഇലലിഹി, അങ്ങയുടെ പാദമൊന്ന് എനിക്ക് ചുംബിക്കാൻ തരുമോ? അതുപോലെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മുൻകാല ആലിമീങ്ങളോട് അവർ കാണിച്ചിരുന്ന വലിയ ആദരവിൻ്റെയും സ്നേഹത്തിൻ്റെയും വിധേയപ്പെടലിൻ്റെയും അനൽപ്പം ചിത്രങ്ങൾ നമുക്ക് ചരിത്രങ്ങൾ പരതി നോക്കുമ്പോൾ വായിക്കാൻ സാധിക്കുമെന്നതാണ്. ഇവിടെ ഒരു വിഷയം കൂടെ ഈ ചർച്ചയിലേക്ക് ആഡ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നാം ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി ആണെങ്കിലും ഇമാം ഇബ്നു ഹജർ അസ്കലാനി തങ്ങളാണെങ്കിലും അവരെ പറ്റിയൊക്കെ ചില ഉൽപ്പതിഷ്ണുക്കൾ തങ്ങളുടെ അയിമ്മത്തായി, അതല്ലെങ്കിൽ അവർക്കുള്ള രേഖകളായി അവർ വക്രീകരിച്ചുകൊണ്ട് ഇബാറത്തുകൾ സാഹചര്യങ്ങളിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ട് പല കിതാബുകളിലും ദസ് നടത്തിക്കൊണ്ട് ഇന്ന് അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇത്തരം അയിമ്മത്തിനെ നാം പഠിക്കുകയും അവരുടെ ഗ്രന്ഥങ്ങൾ, അറിയപ്പെട്ട ഗ്രന്ഥങ്ങൾക്ക് പുറമെ അറിയപ്പെടാത്ത, കൂടുതൽ പരിചയമില്ലാത്ത ഗ്രന്ഥങ്ങൾ കൂടെ, അവർ വിശ്വാസ കർമ്മകാര്യങ്ങളിൽ രചിച്ചിട്ടുള്ള മറ്റു ഗ്രന്ഥങ്ങൾ കൂടെ നമ്മൾ പരിശോധിക്കുകയും അവയിലൊക്കെ അയിമ്മത്ത് എന്താണ് പറഞ്ഞിട്ടുള്ളത്, അവരുടെ ജീവിതം പഠിക്കുകയും അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്നതിലേക്ക് കൂടെ നമ്മുടെ ശ്രദ്ധ നാം ഒന്ന് പതിപ്പിക്കേണ്ടതുണ്ട്. ഇമാം ഇബ്നു ഹജർ അസ്കലാനി തങ്ങൾ ബുഖാരിയുടെ ഏറ്റവും പ്രസിദ്ധമായ ഫതുഹുൽ ബാരി എന്ന് പറയുന്ന ഗ്രന്ഥം
വ്യാഖ്യാന ഗ്രന്ഥം രചിച്ച മഹാനാണ്. ഈ ഫതുഹുൽ ബാരി മാറ്റി നിർത്തിക്കൊണ്ട് സ്വഹീഹുൽ ബുഖാരിയുടെ ഒരു വായന അത് അസാധ്യമാണെന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ വഹാബികൾ അല്ലെങ്കിൽ ഉൽപ്പതിഷ്ണു വിഭാഗക്കാർ അവരെപ്പോഴും ഫതുഹുൽ ബാരിയെയും ഇമാം ഇബ്നു ഹജർ അൽ അസ്കലാനി തങ്ങളെയും തങ്ങളോട് ചേർത്ത് നിൽക്കാനുള്ള ശ്രമങ്ങൾ വലിയ തോതിൽ നടത്തിയിട്ടുണ്ട്. അതേസമയം ഇമാം ഇവിടെ ഉസ്താദ് സൂചിപ്പിച്ചു, അസ്കലാനി ഇമാമിൻ്റെ അഖീദ, അവർക്കൊരു ഗ്രന്ഥമുണ്ട് ഫതാവൽ ഇമാം ഇബ്നു ഹജർ അൽ അസ്കലാനി ഫിൽ അഖീദ. ആ ഗ്രന്ഥത്തിൽ 32ഓളം ചോദ്യങ്ങളാണ് ഇമാം ഇബ്നു ഹജർ അൽ അസ്കലാനി തങ്ങളോട് ചോദിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെ മയ്യത്തിന് വേണ്ടി ചെയ്യുന്ന അമലുകൾ അവയുടെ പ്രതിഫലം മരിച്ചു കഴിഞ്ഞ മയ്യത്തിന് ലഭിക്കുമോ? അതല്ലെങ്കിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രതിഫലമൊന്നും മരിച്ചു കഴിഞ്ഞ വ്യക്തിക്ക് ലഭിക്കില്ലേ? മരണത്തോടുകൂടെ മുഴുവൻ അമലുകളും മുറിഞ്ഞു പോകുമോ? ഇനി ലഭിക്കുമെങ്കിൽ അതിൻ്റെ സവാബ് എങ്ങനെ ലഭിക്കും? ഒരു ചോദ്യമാണത്. അതുപോലെ തന്നെ മയ്യത്തിൻ്റെ അടുത്തു നിന്ന് ദുആ ചെയ്താലും മയ്യത്തിൻ്റെ വിദൂരത്ത് നിന്ന് ദുആ ചെയ്താലും മയ്യത്തിന് അതിൻ്റെ പ്രതിഫലം ലഭിക്കുമോ? ഇങ്ങനെയുള്ള അനേകം വിശ്വാസപരമായ തവസ്സുൽ, ഇസ്തിഗാസ ഇവ സംബന്ധിയായിട്ട് തന്നെയുള്ള അനേകം ചോദ്യങ്ങൾ അനാവരണം ചെയ്യുന്ന ഇമാം ഇബ്നു ഹജർ അൽ അസ്കലാനി തങ്ങളുടെ ഫതാവയാണ് അൽ ഫതാവൽ ഇമാം ഇബ്നു ഹജർ അൽ അസ്കലാനി ഫിൽ അഖീദ എന്ന് പറയുന്ന ഗ്രന്ഥം. ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി, ബഹുമാനപ്പെട്ടവർ കൈവെക്കാത്ത ജ്ഞാന ശൃംഖലയില്ല ഒരു വിജ്ഞാനീയത്തിലും ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു ഗ്രന്ഥമെങ്കിലും നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല. അത് മഹാൻ്റെ ജ്ഞാനവൈപുല്യമാണ്. മഹാനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു അഹ്ലുസുന്ന സംസ്ഥാപനം ഉദ്ദേശിക്കുന്ന ഉൽപ്പതിഷ്ണു വിഭാഗക്കാർ അവർക്കത് സാധ്യമല്ലെന്ന് മനസ്സിലാക്കുകയും സുയൂത്തി ഇമാമിനെയും തങ്ങളുടെ ആധികാരിക രേഖയാക്കി വക്രീകരിച്ചുകൊണ്ട് അവസരങ്ങളിൽ നിന്ന് മാറ്റിക്കൊണ്ട് ഇബാറത്തുകൾ ഉദ്ധരിക്കാൻ വേണ്ടി പലപ്പോഴും ശ്രമിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്നാൽ നാം ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ചരിത്രം പഠിക്കുന്ന സമയത്ത് ഇന്നത്തെ ഉൽപ്പതിഷ്ണു വിഭാഗക്കാർ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് അതല്ലെങ്കിൽ വിമർശിക്കുന്നത് സൂഫിയത്തിൻ്റെ മനഹജിനെയാണ്. അശ്അരിയത്തിൻ്റെ മനഹജ് അഥവാ സൂഫിയത്തിൻ്റെ മനഹജ്, അതിനെ വലിയ തോതിൽ വിമർശിക്കുന്നവർ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹിയെ ചേർത്ത് പിടിക്കുന്ന ഒരു സാഹചര്യം കൂടി നമുക്ക് കാണാൻ സാധിക്കും. അതേസമയം ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി ഷാദുലി ത്വരീഖത്ത് സ്വീകരിച്ച മഹാനാണ്. ഇമാം അബുൽ ഹസൻ ഷാദുലി റഹ്മത്തുള്ളാഹി അലൈഹിൽ നിന്ന് നേരിട്ട് ത്വരീഖത്ത് സ്വീകരിക്കുകയും അൽ ഹഖീഖത്തുൽ അലിയ വ തശീദു ത്വരീഖത്തി ഷാദുലിയ എന്ന് പറയുന്ന ഒരു വളരെ പ്രസിദ്ധമായ ഗ്രന്ഥം രചിക്കുകയും ചെയ്ത വലിയ മഹാനാണ് ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി. അതുപോലെ ഇബ്നു തൈമിയയുടെ ചരിത്രം പരിശോധിക്കുന്ന സമയത്ത് അദ്ദേഹം ഏറ്റവും കൂടുതൽ വിമർശിച്ച ഒരു സൂഫി പണ്ഡിതനാണ് ഇമാം ഇബ്നുൽ അറബി റഹ്മത്തുള്ളാഹി അലൈഹി. അതിന് കൃത്യമായ മറുപടിയും കാര്യങ്ങളൊക്കെ ഇമാം ഇബ്നു ഹജർ അൽ അസ്കലാനി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ അൽ ഫതാവൽ ഹദീസിയിൽ ഉദ്ധരിക്കുന്നുണ്ട്. എത്ര വരെ എന്ന് വെച്ചാൽ ഇമാം അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു ഇവരെയൊക്കെ വിമർശിച്ച ഇബ്നു തൈമിയെ കൃത്യമായ ഉത്തരങ്ങൾ നൽകിക്കൊണ്ട് അതിനുള്ള വിശകലനം നൽകിക്കൊണ്ട് ഇമാം ഇബ്നു ഹജർ തൻ്റെ അൽ ഫതാവൽ ഹദീസിയിൽ വിശകലനം ചെയ്യുന്നുണ്ടെന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തിയതാണ്. ചുരുക്കത്തിൽ ഇബ്നു അറബിയെ വലിയ രൂപത്തിൽ ഉൽപ്പതിഷ്ണു വിഭാഗക്കാർ വിമർശിച്ചപ്പോൾ ഇബ്നുൽ അറബിയുടെ വിശ്വാസം അത് ശരിയാണ്, അതിനെ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ് എന്ന് വിശദീകരിച്ചുകൊണ്ട് ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയ ഗ്രന്ഥമാണ് തൻബീഹുൽ ഗബി ബി തബ്രിയത്ത് ഇബ്നു അറബി എന്ന് പറയുന്ന ഗ്രന്ഥം. തീർച്ചയായും വായിച്ചിരിക്കേണ്ട ഒരു ഗ്രന്ഥമാണ്. ഇബ്നുൽ അറബിയെക്കുറിച്ച് എന്തൊക്കെ നമുക്ക് മനസ്സിലാവാത്ത അല്ലെങ്കിൽ മനസ്സിലാക്കപ്പെടേണ്ട കാര്യങ്ങളുണ്ടോ അതെല്ലാം മനസ്സിലാക്കാൻ ഈ ഗ്രന്ഥം ഉപകരിക്കുന്നതാണ്. ചുരുക്കത്തിൽ ഇമ്മത്തിൻ്റെ ചരിത്രം നാം എടുത്തു പരിശോധിച്ച് നോക്കുമ്പോൾ, അതുപോലെ മുഫസ്സിരിങ്ങളുടെ ചരിത്രം, ഖുർആനിൻ്റെ വ്യാഖ്യാനങ്ങൾ നോക്കുന്ന സമയത്ത് കിബാറുൽ മുഫസ്സിരീൻ അഥവാ ഇമാം ത്വബരി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ഫഖ്റുദ്ദീനുർ റാസി റഹ്മത്തുള്ളാഹി അലൈഹി ജീവിതം മുഴുവനും അഹ്ലുസുന്നയുടെ സംസ്ഥാപനത്തിന് വേണ്ടി മാറ്റിവെച്ച മഹാപുരുഷനാണ് ഇമാം ഫഖ്റുദ്ദീനുർ റാസി റഹ്മത്തുള്ളാഹി അലൈഹി. ആ ഫഖ്റുദ്ദീനുർ റാസി റഹ്മത്തുള്ളാഹി അലൈഹി ചില ഉദ്ധരണികളായി ചിലർ പറഞ്ഞു വെച്ച റാഫ്ലിയത്തിൻ്റെയും മറ്റും ഉദ്ധരണികൾ ഉദ്ധരിച്ചുകൊണ്ട് അത് ഇമാമിൻ്റെ വാദമാക്കി മാറ്റിക്കൊണ്ട് സാഹചര്യത്തിൽ നിന്നും അടർത്തിയെടുത്തുകൊണ്ട് ഉൽപ്പതിഷ്ണു വിഭാഗക്കാർ ഇന്ന് ഫഖ്റുദ്ദീനുർ റാസി റഹ്മത്തുള്ളാഹി അലൈഹിയെ ആഘോഷിക്കുന്ന ഒരു വളരെ വൈരുദ്ധ്യാത്മകമായ ഒരു ചിത്രം ഇന്ന് നമുക്ക് കാണേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, പൂർവ്വകാല ഉലമാ, പിൻഗാമികളിൽ നിന്നും മുൻഗാമികളിൽ നിന്നുമുള്ള പൂർവ്വകാല ഉലമാ അവർ സ്വീകരിച്ചു പോന്നിരുന്ന വിശ്വാസപരമായ അവരുടെ ധാര, അത് ഇന്നും നാം മുറുകെ പിടിച്ച് ജീവിക്കുന്ന നമ്മുടെ അഹ്ലുസുന്നയുടെ കൃത്യമായ ധാരയാണ്. അതിൽ നിന്ന് ആരൊക്കെ വ്യതിചലിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം നഷ്ടപ്പെട്ടത് പാരമ്പര്യത്തോടുള്ള വിധേയത്വമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
ഉസ്താദ് പറഞ്ഞതുമായി ബന്ധപ്പെട്ട ഒരു 2 പോയിന്റ്. ഒന്ന്, ബഹുമാനപ്പെട്ട ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു, നമ്മളൊരു വൈജ്ഞാനികമായ വിപുലമായ അന്വേഷണമാണല്ലോ BKF കൊണ്ട് ലക്ഷ്യമിടുന്നത്. അപ്പോൾ സുയൂത്തി ഇമാം റളിയല്ലാഹു അൻഹുവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തുർക്കിയിൽ ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. നമ്മൾ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടാകും. സുയൂത്തി ഇമാം റളിയല്ലാഹു അൻഹുവിൻ്റെ വാള്യങ്ങളുള്ള പല ഗ്രന്ഥങ്ങളും വിപണിയിൽ ലഭ്യമാണ്. അതേസമയം അവിടുത്തെ 400 റിസാലകൾ ഒന്നിച്ച് ഘട്ടം ഘട്ടമായി പുറത്തിറക്കാനുള്ളൊരു ശ്രമം ദാറുൽ ലുബാബ് നടത്തുന്നുണ്ട്. ചിലരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതിൻ്റെ ഒരു 20-ൽ ചില്ലാനം വാള്യങ്ങൾ അൽഹംദുലില്ലാ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. സുയൂത്തി ഇമാമിൻ്റെ 400 ലഘുകൃതികൾ, ഇപ്പോൾ നേരത്തെ ഉസ്താദ് പരാമർശിച്ച ഇബ്നു അറബി തങ്ങളെ പറ്റിയുള്ള കിതാബും തയ്യീദുൽ ഹഖീഖത്തിൽ അലിയയും ഒക്കെ അതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ നേരത്തെ പ്രസിദ്ധീകരിക്കപ്പെട്ടതും അല്ലാത്തതുമായ ഗ്രന്ഥങ്ങൾ അതിൽ ഉൾപ്പെടുന്നു. മറ്റൊരു വിഷയം, ഇമാം റാസി റളിയല്ലാഹു അൻഹുവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രത്യേകിച്ചും ചില ആധുനികരുടെ രചനകളിലൊക്കെ എടുത്തു വെക്കുന്നൊരു ഇബാറത്ത്, തഫ്സീർ റാസിയെക്കുറിച്ച് ഫീഹി കുല്ലു ഷൈഇൻ ഇല്ല തഫ്സീർ, തഫ്സീർ റാസിയിൽ എല്ലാമുണ്ട്, തഫ്സീർ ഇല്ല എന്നൊരു വാക്യമായിട്ട് ഉദ്ധരിക്കപ്പെട്ട് തഫ്സീറുൽ കബീറിനെ വിമർശിക്കപ്പെടാറുണ്ട്. നമ്മൾ തീർത്തും അതിനെക്കുറിച്ച് ബോധേടാകണം. സത്യത്തിൽ ആ വാചകം ഇബ്നു തൈമിയയുടേതാണ്. ഇബ്നു തൈമിയ പറഞ്ഞ വാക്കാണ് ഫീഹി കുല്ലു ഷൈഇൻ ഇല്ല തഫ്സീർ. തഫ്സീറുൽ കബീറിൽ എല്ലാമുണ്ട്, തഫ്സീർ ഒഴികെ. ഇബ്നു തൈമിയ ഈ വാക്ക് പറഞ്ഞത് കേട്ട് അന്ന് ജീവിച്ച ഇമാം സ്വലാഹുദ്ദീൻ സ്വഫദി റഹ്മത്തുള്ളാഹി അലൈഹി നേരെ തഖീദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് ചെല്ലുകയാണ്. ചെന്നിട്ട് പറഞ്ഞു, തഫ്സീറുൽ കബീറിനെ കുറിച്ച് ഇബ്നു തൈമിയ എങ്ങനെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇമാം സുബ്കി പറഞ്ഞൊരു വാചകമുണ്ട്, ഇബ്നു തൈമിയ പറഞ്ഞതുപോലെയല്ല പറയേണ്ടത്, ഫീഹി കുല്ലു ഷൈഇൻ മഅ തഫ്സീർ, ഇന്നമാ ഫീഹി കുല്ലു ഷൈഇൻ മഅ തഫ്സീർ. തഫ്സീറുൽ കബീറിൽ എല്ലാമുണ്ട്, തഫ്സീറുമുണ്ട്, അങ്ങനെയാണ് പറയേണ്ടത്. ഇബ്നു തൈമിയ പറഞ്ഞത് ശരിയല്ല എന്ന് ഇമാം സുബ്കി അപ്പോൾ തന്നെ ഇബ്നു തൈമിയെ എഡിറ്റ് ചെയ്ത ആ ഒരു സംഭവം, സ്വഫദി ഇമാം, ഇബ്നു തൈമിയ, സുബ്കി ഇമാം, ഇവർ 3 പേരുമാണ് ആ ഒരു ചർച്ച നേരിട്ടല്ലെങ്കിലും സ്വഫദി ഇമാം ഇത് കേട്ടിട്ട് സുബ്കി ഇമാമിനോട് ചെന്ന് പറഞ്ഞ് ഇമാം സുബ്കി തിരുത്തി എന്ന് ഇമാം സ്വഫദി തന്നെ അവരുടെ അൽവാഫി ബിൽ വഫയാത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉസ്താദുമാർ പറഞ്ഞു വെച്ചത്, ചരിത്രം, നമ്മുടെ ഇമ്മത്തിൻ്റെ ചരിത്രം നമ്മൾ മനസ്സിലാക്കിയാൽ അഹ്ലുസുന്ന യഥാർത്ഥമായിട്ട് എവിടെയുള്ളത് നമുക്ക് മനസ്സിലാവും. ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ അഖീദപരമായ ഇടപെടലുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. റുഇയത്തുള്ള, അള്ളാഹുവിനെ കാണാൻ സാധ്യമാകുമോ എന്ന ചർച്ചയിൽ ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അഹ്ലുസുന്നയുടെ നിലപാട് പറയുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആലയെ കാണാൻ, ആഖിറത്തിൽ കാണാൻ സാധിക്കുമെന്നതിനെ ആയത്തുകളൊക്കെ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു സമർത്ഥിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മുഅ്തസിലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദമാവുന്ന മുർത്തക്കിബത്തുൽ കബീറ അഥവാ മൻസിലത്തും ബൈനൽ മൻസിലത്തൈൻ, ഈ വൻദോഷം ചെയ്തു കഴിഞ്ഞാൽ മുഅ്മിനും അല്ല കാഫിറും അല്ല എന്ന് പറയുന്ന ഒരു വാദമുണ്ട്. ആ വാദത്തെയും ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു എതിർക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഇമ്മത്ത് ബഹുമാനപ്പെട്ട മംബിദിസ നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ ഷാഫി റളിയല്ലാഹു അൻഹു ഖൽഖുൽ ഖുർആനെ, അതുപോലെ തന്നെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഖൽഖുൽ ഖുർആനെ എത്രമേൽ എതിർത്തിട്ടുണ്ട് എന്ന് നമുക്ക് വ്യക്തമാണ്, ചരിത്രങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അപ്പം ബഹുമാനപ്പെട്ട അയിമ്മത്തുൽ അർബ, ബഹുമാനപ്പെട്ട ഈ ഫുഖഹാക്കൾ മുഴുവനും നമുക്ക് കാട്ടി തന്നിട്ടുള്ളത് ഫിഖ്ഹിൽ മാത്രമല്ല അഖീദയിലും അവർ അയിമ്മത്താണ്, നമ്മൾ പിൻപറ്റേണ്ടവരാണ് എന്നറിയാം. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു 2-3 സംഭവങ്ങൾ പറയാറുണ്ട്. ബഹുമാനപ്പെട്ടവർ മദീനയിൽ ദർസ് എടുക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത സ്ഥലം ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മജ്ലിസായിരുന്നു, കാരണം ബർക്കത്ത് എടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ടവർ താമസിക്കാൻ തിരഞ്ഞെടുത്തിരുന്നത് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീടാണെന്നും ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധ്യമാകുന്നതാണ്. അതുപോലെ ധാരാളം അസറുകളെ തബറുക്കെടുത്തത് നമുക്ക് ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെയും അതുപോലെ തന്നെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിൻ്റെയൊക്കെ ഗ്രന്ഥങ്ങളിൽ നിന്ന് കാണാൻ സാധ്യമാകുന്നതാണ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമ്മൾ ചിന്തിക്കുകയും പാരമ്പര്യമായിട്ട് നമ്മൾ ഉൾക്കൊള്ളുകയും ചെയ്തു വന്നിരിക്കുന്ന കാര്യങ്ങൾ, അത് ഇമാമുകൾ നേരത്തെ സഹാബത്തടക്കം അവർ ജീവിച്ചു കാണിച്ച മാതൃകകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പരസ്പരം ആദരവുകളൊക്കെ പുലർത്തുന്ന സന്ദർഭത്തിൽ പോലും
ഈ ഇമാമുകൾ തമ്മിൽ ചൂടേറിയ വൈജ്ഞാനിക ചർച്ചകളും നടന്നിട്ടുണ്ട്. അത് നമ്മളിതിൻ്റെ കൂടെ മറക്കാൻ പാടില്ല. വളരെ വലിയ വൈജ്ഞാനികമായിട്ടുള്ള ചർച്ച. അപ്പോൾ ഈ ആദരവ്, പരസ്പരം ബഹുമാനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. എത്രത്തോളം നേരത്തെ ഇവിടെ പറയുകയുണ്ടായി, ശിഷ്യനായ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയെ ബറക്കത്തെടുക്കുന്നത് അവിടുത്തെ ഉസ്താദായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. സ്വന്തം ശിഷ്യൻ്റെ ജീവിതത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വസ്ത്രം ഉപയോഗിച്ച് ബറക്കത്തെടുക്കുന്നത് ഉസ്താദായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹവും ബഹുമാനവും ഒക്കെ കൈമാറുമ്പോൾ തന്നെ വളരെ ശക്തമായ ഭാഷയിൽ വൈജ്ഞാനികമായിട്ടുള്ള ചർച്ചകൾ നടത്താനും ഇമാമുകൾക്ക് സാധിച്ചിട്ടുണ്ട്. ആദരവുകൾ ഒരിക്കലും അവർ മനസ്സിലാക്കിയിട്ടുള്ള സത്യങ്ങൾ തുറന്നു പറയുന്നതിന് ഒരിക്കലും തടസ്സമായിട്ടില്ല. അതിന് സമാനമായൊരു സംഭവം കാണാം. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, ഷാഫി ഇമാം തങ്ങളുടെ കാലഘട്ടത്തിൽ മുഅ്തസിലികളുടെ പ്രവർത്തനങ്ങളുണ്ട്. അന്ന് മുഅ്തസിലികളുടെ വലിയ നേതാവായ ബിശ്റുൽ മിർരീസി ഒരിക്കൽ ഷാഫി ഇമാം തങ്ങളെ സദസ്സ് നിരീക്ഷിക്കുന്നുണ്ട്. ബിശ്റുൽ മിർരീസിയും അതുപോലെ തന്നെ ഷാഫി ഇമാം തങ്ങളും സംവാദങ്ങളും സംസാരങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ബിശ്റുൽ മിർരീസി മുഅ്തസിലികളായിട്ടുള്ള തൻ്റെ കൂട്ടുകാരോട് പറയുന്നൊരു വാചകമുണ്ട്: മുഹമ്മദ് ബിൻ ഇദ്രീസിനെ നമ്മുടെ കൂടെ കിട്ടിയിട്ടില്ലെങ്കിൽ ഇനി നമ്മുടെ ആശയം മുന്നോട്ട് പോകാൻ പ്രയാസമാവും. എങ്ങനെയെങ്കിലും നമ്മുടെ പക്ഷത്തേക്ക് ചേർക്കാൻ വേണ്ടി മുഅ്തസില വിഭാഗത്തിൻ്റെ കൂടെ ചേർക്കാൻ വേണ്ടി ശ്രമിക്കണമെന്ന് ശിഷ്യന്മാരോടും കൂടെയുള്ള സഹപ്രവർത്തകരോടും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. ഷാഫി ഇമാം തങ്ങളുടെ അടുത്ത് വന്നിട്ട് അവർ വൈജ്ഞാനികമായ സംവാദങ്ങളിലും ചർച്ചകളിലൊക്കെ ഇരിക്കുന്നുണ്ട്. കൂട്ടത്തിലൊരിക്കൽ ബിശ്റുൽ മിർരീസിയുമായിട്ട് നടത്തുന്ന നേരിട്ടുള്ള ഒരു ചർച്ചയുണ്ട്. അള്ളാഹുവിൻ്റെ അസ്തിത്വം എങ്ങനെയാണ് സ്ഥാപിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ചർച്ച. സാധാരണ ഇമാം ഷാഫി റഹിമഹുല്ലയുടെ ശൈലി എന്ന് പറഞ്ഞാൽ കർമ്മശാസ്ത്രത്തിലെ ഇജ്തിഹാദിൻ്റെയും അതുപോലെ തന്നെ ദലീലുകൾ മുന്നിൽ വെച്ചുകൊണ്ട്, തെളിവുകൾ ഖുർആനിലെയും ഹദീസിലെയും ആയത്തുകൾ മുന്നിൽ വെച്ചുകൊണ്ട് സംസാരിക്കുന്ന ശൈലിയാണ്. ഷാഫി ഇമാം അവിടെ തന്നെ പറയണം, ആമുഖത്തിൽ ബിശ്റുൽ മിർരീസിയോട് പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെ സംസാരിക്കാൻ അറിയാം, പക്ഷേ നിങ്ങളുടെ ശൈലി അതല്ലല്ലോ. നിങ്ങളൊരു മുത്തക്കല്ലിമാണ്, അഥവാ ഇൽമുൽ കലാം, ഇസ്ലാമിക് ഫിലോസഫിയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് ഞാൻ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് ആ രൂപത്തിലാണെന്ന് പറഞ്ഞുകൊണ്ട് ദീർഘമായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വന്ന കാര്യം ഒന്നുകൂടി സ്ഥിരപ്പെടുകയാണ്. ഇൽമുൽ കലാമിലൊക്കെ ആഴത്തിലുള്ള വിൽപ്പത്തി ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിക്കുണ്ടായിരുന്നു. പക്ഷേ ഓരോ പണ്ഡിതന്മാരും അതാത് കാലഘട്ടത്തിലെ തങ്ങളുടെ ആവശ്യങ്ങൾ തിരിച്ചറിയാം. ഷാഫി ഇമാമിൻ്റെ കാലഘട്ടത്തിൽ കർമ്മശാസ്ത്ര സംബന്ധിയായിട്ടുള്ള വിജ്ഞാനങ്ങൾ ക്രോഡീകരിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകത, ഹദീസുകളിൽ നിന്നും ആയത്തുകളിൽ നിന്നുമൊക്കെ മുൻഗാമികളുടെ വാക്കുകളിൽ നിന്നുമൊക്കെ ആശയങ്ങൾ നിർദ്ധാരണം ചെയ്തെടുക്കാൻ കഴിവുള്ളവർ കുറഞ്ഞു പോകുന്നെന്ന് മനസ്സിലാക്കി ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കർമ്മശാസ്ത്രത്തിലാണെന്ന് വേണം മനസ്സിലാക്കാൻ. അതിന് സമാനം ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു വന്ന കാര്യത്തിൽ, അഥവാ നമ്മുടെയൊക്കെ ഇമാമുകളെ, ഉസ്താദുമാരെ, അവരിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അത് പലപ്പോഴും അഹ്ലുസുന്നയുടെ പുറത്തു നിൽക്കുന്ന ആളുകൾക്ക് സംശയം ഉണ്ടാക്കുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹത്വവൽക്കരിക്കുക എന്നുള്ള കാര്യമാണ്. നബി തങ്ങളുടെ മഹത്വം പറയുമ്പോൾ നമ്മുടെ പരമ്പരാഗതമായിട്ട് നമ്മൾ ഉസ്താദുമാരിൽ നിന്നും പണ്ഡിതന്മാരിൽ നിന്നും കേട്ടിട്ടുള്ള ആ മഹത്വവൽക്കരിക്കുന്ന രീതി, അത് പലപ്പോഴും മുൽപ്രദീക്ഷണകൾക്ക് വലിയൊരു പ്രശ്നമാണ്. അവർ പറയും നിങ്ങൾ ഗുലുവാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അനുവദിക്കേണ്ടതിൻ്റെയും പരിധി വിട്ട ബഹുമാനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് അവർ പറയാറുണ്ട്. എന്നാൽ ഇമാമിന് ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി, ഇപ്പോൾ ഷാഫി ഇമാമിനെ കേന്ദ്രീകരിച്ചാണല്ലോ ചർച്ചകൾ കൂടുതലും നടക്കാറുള്ളത്. അതുകൊണ്ട് ഷാഫി ഇമാം തങ്ങൾ പറഞ്ഞൊരു വാചകം വായിക്കാം: മാ അഅതല്ലാഹു ലിനബിയ്യിൻ ശൈഅൻ ഇല്ലാ വഅഅതാ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അക്തറ മിൻഹു. ഏതൊരു നബിക്കും അല്ലാഹു തആല ഏതൊരു മുഅ്ജിസത്തോ ഏതൊരു ബഹുമാനമോ നൽകിയിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ വലുത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നതാണ്. ഇതൊക്കെ നമ്മുടെ ഉസ്താദുമാരും നമ്മളോട് പലപ്പോഴും പറയുന്നതാണ്. പ്രത്യേകിച്ചും വിശിഷ്യ ഷെയ്ഖുന നൈബി ഉസ്താദിൻ്റെയൊക്കെ സദസ്സിൽ ഒരുപാട് തവണ ഈ കാര്യം പറയുന്നത് കാണാൻ പറ്റും. ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതിനെക്കുറിച്ച് ആഴത്തിൽ അറിയാത്തവർ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ ചിന്തിച്ചു പോകാം, എന്താണ് ഇങ്ങനെ പറയുന്നത്. എന്നാൽ ഈ നിലപാടെന്ന് പറയുന്നത് നൂറ്റാണ്ടുകൾക്ക് മുന്നേ സഹാബത്തും താബിഉകളും അവരുടെ പിന്മുറക്കാരായി വന്നിട്ടുള്ള അഇമ്മത്തും നമ്മളെ പഠിപ്പിച്ചതാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും സംശയങ്ങൾ ചോദിക്കപ്പെടാൻ കൂടി പറ്റുന്ന സദസ്സുകളാണ്
നമ്മുടെ ഇമാമുകളുടെ സദസ്സുകൾ. ബഹുമാനപ്പെട്ട ഈ സംഭവം ഉദ്ധരിക്കുന്ന അംർ ബിൻ സവാദ് റഹിമഹുല്ല പറയാണ്, ഞാൻ ഷാഫി ഇമാം തങ്ങളോട് ചോദിച്ചു, ഖദ് അഅതല്ലാഹു ഈസ ഇബ്ന മറിയമ ഇഹ്യാ അൽ മൗത, ഈസ നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല മുഅ്ജിസത്തായിട്ട് മരണപ്പെട്ടവരെ ജീവിപ്പിക്കാനുള്ള ശേഷി നൽകിയിട്ടുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ ഷാഫി ഇമാം തങ്ങൾ പറഞ്ഞു, ഫൽ ജിദ്ഉല്ലദീ കാന യഖ്തുബു ഇലാ ജംബിഹി ഖബല അൻ യുജഅല ലഹുൽ മിംബറു ഹന്ന ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരത്തെ ഖുതുബ ഓതുന്ന സന്ദർഭത്തിൽ, ഖുതുബ നിർവഹിക്കുന്ന സന്ദർഭത്തിൽ ചാരി നിന്നിരുന്ന ഈത്തപ്പന മരം അത് അവിടത്തേക്ക് പുതിയ മിമ്പർ ഉണ്ടാക്കിയ സന്ദർഭത്തിൽ പൊട്ടിക്കരഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പം ശരിക്കും പറഞ്ഞാൽ നേരത്തെ ജീവിച്ചിരുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന് ആത്മാവ് നഷ്ടപ്പെട്ടപ്പോൾ, അത് അദ്ദേഹത്തിന് മരണം നഷ്ടപ്പെട്ടപ്പോൾ ജീവൻ തിരിച്ചു കൊടുക്കുന്നതിനേക്കാൾ പ്രസക്തമാണ് മനുഷ്യസഹജമായ അല്ലെങ്കിൽ ജീവികൾക്കുണ്ടാകുന്ന ഒരു ആത്മാവ് അത് സാധാരണഗതിയിൽ സന്നിവേശിപ്പിക്കപ്പെടാത്ത ഒരു മരത്തിൻ്റെ തടിയിൽ നിന്ന് ആത്മാവുള്ള അല്ലെങ്കിൽ ജീവനുള്ള ഒരു ജീവി അല്ലെങ്കിൽ ഒരു മനുഷ്യൻ കരയുന്നത് പോലെ ആ ഈത്തപ്പനത്തടി കരഞ്ഞെങ്കിൽ അത് ഇഹ്യാ ഉൽ മൗത്ത് അഥവാ മരണപ്പെട്ടവരെ ജീവിപ്പിക്കുന്നതിനേക്കാൾ പ്രബലമായവും പ്രസക്തവുമാണ് എന്ന് ഇമാമിന് ഷാഫി റളിയല്ലാഹു അൻഹു പറയാം. ഇനി അതിന് തുടർന്ന് അങ്ങോട്ട് ചോദിക്കാതെ തന്നെ ഷാഫി ഇമാം തങ്ങൾ വീണ്ടും വിശദീകരിക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ഈ ഫൈൻ ഖീല കാനലി മൂസം ഫിജാറുൽ മായി മിനൽ ഹജർ, മൂസ നബി അലൈഹിസ്സലാം കല്ലിൽ നിന്ന് അവിടുത്തെ മുഅ്ജിസത്ത് കൊണ്ട് വെള്ളം നൽകിയിട്ടുണ്ട് ബനു ഇസ്രായേലിന്. അങ്ങനെയാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ എനിക്കതിന് മറുപടിയുണ്ട്. അവിടുന്ന് പറയാം, ആറലനാഹു ബിൻഫിജാരിൽ മാഇ മിൻ ബൈനി അസാബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹാദ അഅജബു. അവിടുത്തെ ഷറഫാക്കപ്പെട്ട വിരലിൽ നിന്ന് തന്നെ, തിരുശരീരത്തിലെ കയ്യിൽ നിന്ന് തന്നെ വെള്ളം കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. കാരണം സാധാരണഗതിയിൽ കല്ലിൽ നിന്ന് ഉറവെടുക്കുക എന്നുള്ളത് നമ്മൾ കാണുന്നൊരു കാഴ്ചയാണ്. എന്നാൽ വിരലിൽ നിന്ന് ജലം ഉറവെടുക്കുക എന്ന് പറഞ്ഞത് വളരെയധികം അസംഭവ്യമായ കാര്യമാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്ത് അതിനേക്കാൾ മുകളിലാണ് എന്ന് ഷാഫി ഇമാം തങ്ങൾ പറയാം. ഇനിയും പറയുന്നുണ്ട്, വഇൻ ഖീല കാനലി സുലൈമാൻ അലൈഹിസ്സലാം തസ്ഖീറുർ റിയാഹ്, സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല സഞ്ചരിക്കാൻ വേണ്ടി വാഹനമായിട്ട് കാറ്റിനെ നിയോഗിക്കുകയുണ്ടായി. എവിടേക്ക് പോകണമെങ്കിലും കാറ്റിൽ സഞ്ചരിച്ച് എവിടെയും എത്തിച്ചേരാൻ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് മുഅ്ജിസത്തിൻ്റെ ശക്തി അള്ളാഹു നൽകിയിരുന്നു. അതാണ് നിങ്ങൾക്ക് പറയാനുള്ളതെങ്കിൽ ബഹുമാനപ്പെട്ടവർ പറയുന്നു, ആറലനാഹു ബിൽ മിഅ്റാജ്, അതിനേക്കാൾ മഹത്തരമാണ് മിഅ്റാജ്. കാരണം കാറ്റില്ലാത്ത, അന്തരീക്ഷത്തിൻ്റെ സാന്നിധ്യമില്ലാത്ത സ്ഥലത്തേക്കാണ് മിഅ്റാജിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നുപോയത് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം ഇമാമിന് ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി വർണ്ണിച്ച് വിവരിക്കുമ്പോൾ ഒരു വേള നമുക്ക് നമ്മുടെ ഉസ്താദുമാരെ ഓർമ്മ വരും എന്നാണ് ഈ സമയത്ത് പറയാനുള്ളത്. ഉസ്താദ് പറഞ്ഞു വെച്ചതുണ്ട്. നമ്മുടെ പൂർവ്വകാല പണ്ഡിതന്മാർ ഇമ്മത്ത് നല്ല സംവാദങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു പരസ്പരം നമ്മൾ. അവിടെ മുഖദ്ദിമയായി ആമുഖമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മുസ്ലിം അഖ്ലുസുന്നയുടെ ഇമ്മത്ത് നമ്മുടെ ഈ ഇഖ്തിലാഫുകളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ മൂന്നായി തരംതിരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒന്ന് തൗഹീദ്, ഷിർക്ക് തൗഹീദ് അഥവാ അള്ളാഹുവിൻ്റെ ദാത്ത്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടോ, ഖാലിഖാകുന്ന അള്ളാഹ് ഉണ്ടോ ഇല്ല എന്ന ഈ ചർച്ചയുടെ വിഷയത്തിലുള്ളൊരു ഇഖ്തിലാഫ്, അത് ഒരു വിഭാഗം രക്ഷപ്പെടുകയും മറ്റു വിഭാഗം കുഫറാവുകയാണ് ചെയ്യുക. രണ്ടാമത്തത് അഹ്ലുസുന്ന ബിദ്അ എന്ന് പറയുന്ന രണ്ട് ഇഖ്തിലാഫുകൾ. മൂന്നാമത്തെ ഇഖ്തിലാഫാണ് ഇപ്പോൾ ഉസ്താദ് സംസാരിക്കുന്നത്, അഥവാ ഒരു ഫിഖ്ഹിലൊക്കെ ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ, നമ്മുടെ ഒരു മുത്തലക്കായ ഒരു യൂണിവേഴ്സൽ ടേമുകളിൽ നിന്നുണ്ടാകുന്ന വ്യത്യാസങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന സംവാദങ്ങളെക്കുറിച്ചാണ് ഉസ്താദ് പറഞ്ഞത്. ഈ മൂന്നാമത്തെ ഇഖ്തിലാഫിനെ കുറിച്ചാണ് ബഹുമാനപ്പെട്ട ഇമ്മത്തൊക്കെ പറഞ്ഞു വെക്കുന്ന ഇഖ്തിലാഫുൽ ഇമ്മ ഖൈറുലിൽ ഉമ്മ എന്ന് പറഞ്ഞു വെക്കുന്നത്. ഇമ്മത്ത് തമ്മിലുള്ള ആരോഗ്യപരമായ ഇത്തരം ചർച്ചകൾ അതെന്നും ശ്ലാഘനീയമാണ്. ഉസ്താദുമാർ രണ്ടുപേരും സൂചിപ്പിച്ച ആ ഒരു ഭാഗം, അഥവാ ചില ഇമാമുമാരെ ചരിത്രമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ സമകാലികരായ നമ്മുടെ ചരിത്രത്തിൽ അതിന് മാ ബൈനൽ മുആസിരീൻ അല്ലെങ്കിൽ മാ ബൈനൽ അഖ്റാൻ എന്നാണ് അതിനുപയോഗിക്കുന്ന സാങ്കേതിക പദം. സമകാലികർ തമ്മിലുള്ള ചില ചർച്ചകളുണ്ടാകും. അതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഇൽമ് കിട്ടാൻ കാരണമാകും. കാരണം വൈജ്ഞാനികമായ, ഇപ്പോൾ ഉദാഹരണമായി
ഇമാം ഖസ്തല്ലാനി റഹ്മത്തുള്ളാഹി അലൈഹിയും ഇമാം സുയൂത്തിയും തമ്മിൽ ആ കാലഘട്ടത്തിൽ ഒരേ കാലഘട്ടത്തിൽ ജീവിച്ച മഹാന്മാരാണ്. അപ്പോൾ വൈജ്ഞാനികപരമായ ആരോഗ്യപരമായ ചർച്ചകൾ നടന്നിട്ടുണ്ട്. നമുക്കതുകൊണ്ട് എന്താണ് മെച്ചമെന്ന് ചോദിക്കും. നമുക്ക് മെച്ചം രണ്ട് ഭാഗത്തും രചിക്കപ്പെട്ട രചനകൾ അല്ലെങ്കിൽ എഴുത്തുകുത്തുകൾ വായിച്ചാൽ രണ്ടുപേരുടെയും ഇൽമിൻ്റെ അങ്ങേയറ്റം നമുക്ക് ബോധ്യപ്പെടാനും അതുവഴി കൂടുതൽ വൈജ്ഞാനിക മേഖലകൾ തുറക്കപ്പെടാനും കാരണമാകും. ബഹുമാനപ്പെട്ട ഇമാം റാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ അവരുടെ ഉപ്പയുടെ ചരിത്രം പറയുമ്പോൾ പറയുന്നുണ്ട്, ഉപ്പയും അന്ന് ജീവിച്ച ഒരു മഹാനും തമ്മിൽ വൈജ്ഞാനികപരമായ ചില ചർച്ചകൾ വന്നു എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു സെൻറ്റൻസായിട്ട് ഇമാം റാഫിഈ പറയുന്നുണ്ട്, അത് മിൻ അസ്ബാബി ബഖാഇൽ ഇൽമി, പരിശുദ്ധമായ ഇൽമ് അതിൻ്റെ തനതായ ശൈലിയിൽ ഇവിടെ ബാക്കിയാകാനുള്ള ഒരു കാരണമാണ്. അതെങ്ങനെയെന്ന് വെച്ചാൽ രണ്ടുപേരും അവരുടെ ഇൽമിൻ്റെ അങ്ങേയറ്റം ഉപയോഗപ്പെടുത്തി രചന നടത്തും. അപ്പോൾ അടുത്ത തലമുറക്ക് രണ്ട് രചനയും വായിക്കാൻ സാധിക്കും. അതല്ലാതെ ഇതിൻ്റെ ഒരു മറുപുറം നമ്മൾ വായിക്കാൻ പാടില്ല. ഈ അയിമ്മത്ത് തമ്മിൽ എന്നും വിവാദമായിരുന്നു, അല്ലെങ്കിൽ അവർ തമ്മിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ കച്ചറയായിരുന്നു എന്ന രീതിയിലുള്ള ആ ഒരു ചർച്ചയിലേക്ക് പോകാൻ പാടില്ല. അത് ഞാൻ വെറുതെ പറയുകയില്ല. ഇപ്പോൾ ഈ ഖസ്തല്ലാനി ഇമാമും സുയൂത്തി ഇമാമും തമ്മിൽ ഇങ്ങനെ ചില ചർച്ചകൾ നടന്നിരിക്കെ തന്നെ നമ്മൾ ഇമാം ഖസ്തല്ലാനിയുടെ മറ്റൊരു ചില ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോഴാണ് അവർ തമ്മിലുള്ള ആ ഒരു ബഹുമാനം നമുക്ക് ബോധ്യപ്പെടുക. ഇമാം ഖസ്തല്ലാനി ഷാത്തിബി ഇമാമിനെ കുറിച്ച്, ഖിറാഅത്തിൻ്റെ പണ്ഡിതരായ ഷാത്തിബി ഇമാമിനെ കുറിച്ച് അൽ ഫതുഹുൽ മവാഹിബി എന്ന് പറയുന്ന ഒരു അത്യാവശ്യം തിരക്കടില്ലാത്ത ഒരു കട്ടികളൊരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. അതിൻ്റെ അവസാന ഭാഗത്ത് ഇമാം സുയൂത്തിയുടെ മദ്ഹ് വല്ലാണ്ട് പറഞ്ഞിട്ടുണ്ട് ഇമാം ഖസ്തല്ലാനി തന്നെ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ആരോഗ്യപരമായ ചർച്ചകളാണ് അവർ തമ്മിൽ നടന്നത്. അതിനങ്ങനെ തന്നെ നമ്മൾ വായിക്കണം. അതല്ലാതെ ഒരാളെ ശത്രുവും മറ്റൊരാളെ മിത്രവും ആക്കുന്ന ഒരു ശൈലിയിലേക്ക് പോകാൻ പാടില്ല. മറ്റൊരു വിഷയം ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞ പോലെ നമ്മൾ ഏത് ഇമാമിനെ കുറിച്ചെടുത്താലും അവരെ ചരിത്രം വായിക്കുമ്പോഴൊക്കെ അഹ്ലുസുന്നയുടെ ആ ഒരു പാരമ്പര്യം അല്ലെങ്കിൽ നമ്മൾ ചെയ്തു പോരുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് അവരെ ജീവിതത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. ഉസ്താദ് ചില ഉദാഹരണങ്ങൾ കാണിച്ചു. അതുപോലെ ഒരു ഉദാഹരണം കൂടി ഞാനും കാണിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു മഹാനവറുകളെക്കുറിച്ച് ചില ഉൽപ്പതിഷ്ണുക്കളൊക്കെ പറയും, മരിച്ചിടത്ത് ഖുർആൻ ഓതുന്നതിനെ പറ്റി ഷാഫി ഇമാം എതിരാണ്. സത്യത്തിൽ അവർക്ക് ചരിത്രം അറിയില്ല, അല്ലെങ്കിൽ അയിമ്മത്തിൻ്റെ ഗ്രന്ഥങ്ങളും അറിയില്ല എന്നത് ഈ ഒരൊറ്റ പ്രയോഗത്തിൽ നിന്ന് കിട്ടും. കാരണം ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഒരു ചർച്ച നടത്തുന്നുണ്ട്. അത് നമ്മളാരും നിഷേധിക്കുന്നില്ല. ചർച്ച നമ്മൾ ഖുർആൻ ഓതിയാൽ അതിൻ്റെ ബി ഐനിഹി സവാബ്, ഓതിയതിൻ്റെ പ്രതിഫലം വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ, നമ്മളെ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഒറിജിനൽ ഫയൽ കൈമാറാൻ പറ്റുമോ ഇല്ലേ എന്നാണ് ഷാഫി ഇമാമിൻ്റെ ചർച്ച. ഷാഫി ഇമാം പറഞ്ഞു അത് പറ്റില്ല, അതിൻ്റെ കോപ്പി എടുത്തു കൊടുക്കാം, അഥവാ മിസ്ലി സവാബ് നൽകാം. ഞാൻ തിരിയാൻ വേണ്ടി ഒരു പദം പ്രയോഗിച്ചെന്ന് മാത്രം. എന്നാൽ മരിച്ചിടത്തോ അല്ലെങ്കിൽ ഖബറിങ്ങലോ ഖുർആൻ ഓതുന്നതിന് ഷാഫി ഇമാം എതിരല്ല. അത് ചിലർ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇമാം ഖറാഫി അൽ ഫുറൂഖ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, ചില ആളുകൾ മരിച്ചിടത്ത് ഖുർആൻ ഓതുന്നതും അതുപോലെ അതിൻ്റെ സവാബ് പ്രതിഫലം കിട്ടുന്നതും ഒരൊറ്റ മസ്അലയായി കൂട്ടിക്കിട്ടുന്നുണ്ട്. അത് തീർത്തും തെറ്റാണെന്ന് ഇമാം ഖറാഫി വ്യക്തമായി പറയുന്നുണ്ട്. കാരണം പ്രതിഫലം നൽകണോ, പ്രതിഫലത്തിൻ്റെ സമാന പ്രതിഫലം നൽകണോ എന്നത് അള്ളാഹു ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മളോട് കൽപ്പിക്കപ്പെട്ട പ്രവർത്തനം അത് നിങ്ങൾ ഖുർആൻ ഓതണമെന്നാണ്, അത് നമ്മൾ നിർവഹിക്കണം. ഇത് ഞാൻ വെറുതെ ഒരു ജസ്റ്റ് പറയല്ല, ഷാഫി ഇമാമിൻ്റെയും നിലപാടതാണ്. ബഹുമാനപ്പെട്ട ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ഷാഫി ഇമാമിൻ്റെ ഒരല്പം മുമ്പ് ജീവിച്ച ബഹുമാനപ്പെട്ട ലൈസ് ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു, ഇന്ന് നമുക്ക് കൈറോയിൽ പോയാൽ ലൈസ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ഷാഫി ഇമാമിൻ്റെയും മഖ്ബറ ഒരു നടന്നാൽ എത്തുന്ന ദൂരമേ ഉള്ളൂ. ഈ ലൈസ് റളിയല്ലാഹു അൻഹു, അസ്കലാനി ഇമാം, ഇവരൊക്കെ ജബലുൽ മുഖത്തം എന്ന് പറയുന്ന പർവ്വതത്തിൻ്റെ മുകളും താഴെയൊക്കെ ആയ ഒരു ഏരിയയിലാണുള്ളത് മഖ്ബറ. ഈ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ലൈസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മഖാമിൽ ചെന്നാൽ അവിടെ ഖുർആൻ ഖത്ം തീർക്കുമായിരുന്നുവെന്ന് അല്ലാമ ബദറുദ്ദീൻ അൽ ഐനി റഹിമഹുല്ലാ രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ മുർത്തദ സബീദി റഹ്മത്തുള്ളാഹി അലൈഹി ഇത്ഹാഫിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഇമാം മുഹമ്മദുൽ അസ്കലാനി എന്ന പണ്ഡിതർ മയ്യത്തിന് ഖുർആൻ ഓതുന്നതുമായി ബന്ധപ്പെട്ട് മാത്രം എഴുതിയ കിതാബിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ 5-6 കിതാബുകളിൽ കാണാം ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു ലൈസ് തങ്ങളെ മഖാമിലെത്തിയാൽ അവിടെ ഖത്ം തന്നെ തീർക്കും. മാത്രമല്ല മഹാനവറുകൾ പറയുമായിരുന്നു, ഇവിടെ ഇതൊക്കെ ഒന്ന് ശേഷിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന്. ഇന്ന് നമുക്ക് പോയാൽ കാണാൻ കഴിയും ലൈസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മഖാമിൽ പ്രത്യേകമായ
പിന്നെ ഓത്തും അല്ലെങ്കിൽ ദുആയും അതിൻ്റെ സദസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് വിപുലമായ രീതിയിൽ തന്നെ സിയാറത്ത് കുറച്ചധികമായി സംഘടിപ്പിക്കപ്പെടുന്ന ഒരു ശൈലി. അതുപോലെ തന്നെ മഹാനവറുകളുടെ ലൈസർ റളിയല്ലാഹുവിൻ്റെ ജീവിത കാലഘട്ടത്തിൽ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതിന്നും അവിടെ ചെന്നാൽ ആ ഒരു പിന്നെ ഈജിപ്തിൻ്റെ തനതായ ശൈലിയിലുള്ള സൽക്കാരങ്ങളൊക്കെ അവിടെ നടക്കുന്നത് കാണാൻ കഴിയും. ഞാൻ പറഞ്ഞു വന്നത്, ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഇവിടെ ഖുർആൻ ഓതുന്ന ചരിത്രം നിരവധി ഗ്രന്ഥങ്ങളിലുണ്ട്. ഇതേ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു തന്നെ മയ്യിത്തിൻ്റെ അടുത്തും അതുപോലെ തന്നെ ഖബറിങ്ങലും ഖുർആൻ ഓതണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇമാം നവവി റളിയല്ലാഹു അൻഹുവിൻ്റെ റിയാദുസ് സ്വാലിഹീൻ സത്യത്തിൽ പരിശുദ്ധമായ ഖുർആനിക വചനങ്ങൾ, ആയത്തുകളും ഹദീസുകളും കോർത്തിണക്കപ്പെട്ട, പ്രത്യേകിച്ചും ഹദീസുകൾക്ക് പ്രാമുഖ്യം നൽകപ്പെട്ട ഗ്രന്ഥമാണ് റിയാദുസ് സ്വാലിഹീൻ. കാരണം അതിൻ്റെ പേരെന്നെ റിയാദുസ് സ്വാലിഹീൻ മിൻ കലാമി സയ്യിദിൽ മുർസലീൻ അല്ലെങ്കിൽ മിൻ ഹദീസി സയ്യിദിൽ മുർസലീൻ എന്നാണ്. പക്ഷെ ആ ഗ്രന്ഥത്തിലും ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു ഷാഫി ഇമാമിൻ്റെ വാചകം എടുത്ത് കൊടുക്കുന്നുണ്ട്. മയ്യിത്തിൻ്റെ അടുത്ത് ഖുർആൻ ഓതൽ അത് നല്ല കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് വൈൻ ഖതമു കാന ഹസന, ഖുർആൻ ഖത്മ് തീർക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ്, ഉദാത്തമായ മാതൃകയാണെന്ന് ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ തങ്ങൾ പറഞ്ഞത് നവവി ഇമാം കൊടുക്കുകയാണ്. അതുപോലെ ശറഹുൽ മുദബ്ബിലൊക്കെ കാണാം, പല കിതാബിലും ഉണ്ട്. അപ്പോൾ ബഹുമാനപ്പെട്ട ഷാഫി ഇമാം ഖുർആൻ മയ്യിത്തിൻ്റെ അടുത്ത് ഓതണം, ഖബറിങ്ങൽ ഓതണം. അതുപോലെ തന്നെ ഓതിയ മാതൃക ഷാഫി ഇമാമിൻ്റെ അടുത്തുന്നുണ്ട്. അതിൻ്റെയും പുറമെ ബഹുമാനപ്പെട്ട ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു വഫാത്തായ ശേഷം ശിഷ്യന്മാരുടെ സാന്നിധ്യത്തിൽ, നമ്മുടെ മലപ്പുറത്തെ പ്രയോഗം അനുസരിച്ച് തലക്കാമ്പുറത്ത് എന്ന് പറയും, ആ നിലക്ക് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിൻ്റെ തലയുടെ ഭാഗത്ത് വെച്ച് യാസീൻ സൂറത്ത് തന്നെ ഓതപ്പെട്ടുവെന്നും ഒരൊറ്റ ശിഷ്യനും അതിനെ എതിർത്തില്ല എന്നും ഹാഫിദ് ഇബ്നു ഹജറിൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി തവാലി തഅസീസ് ലി മആലി മുഹമ്മദ് ബിൻ ഇദ്രീസ് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയുമുണ്ട് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു വഫാത്തായ ശേഷം ഇറാഖിൽ നിന്നും ഒരു സംഘം ആളുകൾ വന്നിട്ട് അവർ ഷാഫി ഇമാമിൻ്റെ മഖബറിൻ്റെ അടുത്ത് വെച്ചിട്ട് ഒരു ബെയ്ത്ത് പാടുന്നുണ്ട്. ആ ബെയ്ത്ത് ബഹുമാനപ്പെട്ട അയിമ്മത്ത് കിതാബുകളിൽ ഉദ്ധരിക്കുന്നുണ്ട്. ആ ബെയ്ത്തിൽ പറയുന്നത്, ഞങ്ങൾ ഇമാം ഷാഫിഈയുടെ മഖബറ സന്ദർശിച്ചിരിക്കുന്നു, ഇവിടെ ഞങ്ങൾ ഖുർആൻ അവിടത്തേക്ക് വേണ്ടി ഓതിയിരിക്കുന്നു എന്നൊക്കെയാണ് ബഹുമാനപ്പെട്ട അയിമ്മത്ത് ഇറാഖിൽ നിന്ന് വന്നവർ അവിടെ ചൊല്ലിയ ബെയ്ത്തിലുള്ളത്. ഇത് ഏത് വിഷയത്തിലുണ്ട്, ഞാൻ ജസ്റ്റ് ഷാഫി ഇമാമിനെ മാത്രം കാണിച്ചു എന്ന് മാത്രം. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിൻ്റെയും മുസ്ലിം റളിയല്ലാഹു അൻഹുവിൻ്റെയും ഉസ്താദാണ് മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ആയിരക്കണക്കിന് ഖത്ം ഓതിയത് ചുരുങ്ങിയ പക്ഷം 25 കിതാബുകൾ നമുക്ക് കാണാൻ കഴിയും. അത്രയും സുദൃഢമായ രീതിയിലാണ് നമ്മുടെ കർമ്മങ്ങളും വിശ്വാസങ്ങളും ഉള്ളത് എന്ന് ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ മനസ്സിലാക്കുകയും കൂടുതലായി അത്തരം ചരിത്രങ്ങൾ പരതുന്നതിലേക്ക് കൂടി നമ്മുടെ എല്ലാം ശ്രദ്ധയുണ്ടാകണമെന്ന് ഞാൻ എൻ്റെ സ്വന്തം നഫ്സിനോടും മുത്തഅല്ലിം സുഹൃത്തുക്കളോടും ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ പറഞ്ഞു വന്നത്, ഉലമാഇൻ്റെ പാരമ്പര്യ ഉലമാ എന്നും കാണിച്ചു പോന്നിട്ടുള്ള അവരുടെ ശൈലി നാം മനസ്സിലാക്കണം എന്നുള്ള പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നേരത്തെ ഇവിടെ ഉസ്താദ് ഉണർത്തിയ സമയത്ത് ഇബ്നു തൈമിയ അവർ തഫ്സീറുൽ കബീറിനെ വിമർശിച്ചതുമായി സംബന്ധിച്ചൊരു കാര്യം പറഞ്ഞു. അതിലേക്ക് ഒരു കാര്യം കൂടി ഞാൻ ആഡ് ചെയ്യുകയാണ് സാന്ദർഭികമായി. ഇബ്നു തൈമിയയുടെ അൽ ഫത്താവ എന്ന ഗ്രന്ഥത്തിൽ ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി സിഹറുമായി സംബന്ധിച്ച ഒരു ഗ്രന്ഥം എഴുതിയത് കാരണം അദ്ദേഹം മുർത്തദ്ദായിട്ടുണ്ട് എന്നൊരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്. തൊട്ടുശേഷം അദ്ദേഹം പിന്നീട് അതിൽ നിന്ന് തൗബ ചെയ്ത് മാറി ഇസ്ലാം സ്വീകരിച്ചു എന്നുവരെ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. പക്ഷേ അതിന്ന് വഹാബികൾ പലയിടത്തും ഉദ്ധരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നാം അതിൽ വഞ്ചിതരായി പോകരുത്. അതിൻ്റെ കൃത്യമായിട്ടുള്ള വിശകലനങ്ങൾ നാം പഠിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് ആ ഗ്രന്ഥത്തിൽ പറയുന്നത്, അതിൽ തക്ഫീറിൻ്റെ വാദങ്ങളുണ്ടോ എന്ന് പരിശോധിക്കണം. അതിൽ അത്തരത്തിലുള്ളൊരു വാദവുമില്ല. മറ്റൊരു കാര്യം സാന്ദർഭികമായി പറയുന്നു, ഇമാം തഖിയുദ്ദീൻ സുബ്കി റഹ്മത്തുള്ളാഹി അലൈഹി, താജുദ്ദീൻ സുബ്കി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ പിതാവായ തഖിയുദ്ദീൻ സുബ്കി റഹ്മത്തുള്ളാഹി അലൈഹി, അവർ ബഹുമാനപ്പെട്ട ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ദർസ് നടത്തിയ സ്ഥലത്ത് ദർസ് നടത്താൻ ഭാഗ്യം ലഭിച്ച സമയത്ത് അവിടുന്ന് പാടിയ ഒരു ബൈത്തുണ്ട്. വളരെ പ്രസിദ്ധമാണ് ആ ബൈത്ത്. പക്ഷേ ഈ സാന്ദർഭികമായി അത് ചൊല്ലാൻ ഒരു കാരണമുണ്ട്. വഫീ ദാരിൽ ഹദീസി ലത്തീഫു മഅന അലാ ബുസ്തുല്ലഹാ അസ്ബു വആവി അസാ അന്നി അമസ്സു ബിഹരി വജ്ഹി മകാനൻ മസ്സഹു ഖദമുൻ നവാവി. എൻ്റെ മുഖം കൊണ്ട് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ പാദം പതിഞ്ഞ ഈ സ്ഥലത്ത് ഞാൻ ചുംബിക്കുകയാണ്, ഞാൻ സ്പർശിക്കുകയാണ് എന്ന് ഇമാം തഖിയുദ്ദീൻ സുബ്കി തങ്ങൾ വികാരഭരിതനായി പറയുന്നത് ഇമാം താജുദ്ദീൻ സുബ്കി തങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ ശൈഖുന സുൽത്താനുൽ ഉലമ ഒരിക്കൽ ഈജിപ്തിൽ ചെന്ന സമയത്ത് ഈജിപ്തിലുള്ള പ്രധാന പ്രഗത്ഭരായ തലയെടുപ്പുള്ള പണ്ഡിതന്മാരെല്ലാവരും ഉസ്താദിൽ നിന്ന് സനദ് സ്വീകരിക്കാൻ വേണ്ടി ഉസ്താദിനെ ആ സ്ഥലത്തിരുത്തി ദർസ് നടത്തുകയും
അങ്ങനെ ഈജിപ്തിലുള്ള പ്രസിദ്ധരായ ഷെയ്ഖുൽ അസ്ഹർ അടക്കമുള്ള ഉലമായിന് ഷെയ്ഖുന സുൽത്താനുൽ ഉലമ ദർസ് നടത്തുകയും ആ വികാരഭരിതമായി കരഞ്ഞുകൊണ്ട് ഷെയ്ഖുന ആ സംഭവം പറഞ്ഞത്, ആ സ്ഥലത്തെപ്പറ്റി പറഞ്ഞത് ഞാനിപ്പോഴും ഓർക്കുകയാണ്. എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഉസ്താദ് സൂചിപ്പിച്ചു, മുസ്തഫ ഉസ്താദ് സൂചിപ്പിച്ചു, ഉലമാ, പാരമ്പര്യ ഉലമാ അവർ ജീവിക്കുന്ന കാലത്തോട് സക്രിയമായി ഇടപെട്ട ആളുകളാണ്. ഏതു കാലത്ത് ജീവിക്കുമ്പോഴും കർമ്മശാസ്ത്രപരമായും വിശ്വാസശാസ്ത്രപരമായും അന്നത്തെ സമൂഹം നേരിടുന്ന പ്രതിസന്ധികൾക്ക് അതിനുള്ള കൃത്യമായ മറുപടികളിലേക്ക്, നിർദ്ധാരണങ്ങളിലേക്ക് കടന്നു ചെന്നതാണ് ഉലമായിൻ്റെ, പാരമ്പര്യ ഉലമായിൻ്റെ എപ്പോഴും ഉള്ള ശൈലി. ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ചരിത്രം എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, നവവി ഇമാമും റാഫി ഇമാമും പടുത്തുയർത്തിയ മദ്ഹബിൻ്റെ കൃത്യമായ ശൃംഖല, അതിനുശേഷം വന്ന ഇമാം സർക്കശി, ഇമാം അദ്റഇ, ഇമാം ഇസ്നവി റഹ്മത്തുള്ളാഹി അലൈഹി, അവർ ധാരാളം ആരോപണങ്ങൾ, അതല്ലെങ്കിൽ വൈജ്ഞാനികമായ സംവാദങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. ഉസ്താദ് പറഞ്ഞതുപോലെ കൃത്യമായ അദബിൻ്റെ ഭാഷയിൽ തന്നെ അവർ മദ്ഹബിൻ്റെ പ്രബലമായ ധാര, അവ മുന്നോട്ട് വെക്കുന്ന ആലോചനകൾക്ക് ധാരാളം നിരൂപണങ്ങൾ മുന്നോട്ട് വെച്ച സമയത്ത് ശേഷം വന്ന ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി അവ കൃത്യമായി പഠിച്ചുകൊണ്ട് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പടുത്തുയർത്തിയ മദ്ഹബിൻ്റെ ആ ശൃംഖല, തഹ്രീറിൻ്റെ ആ ഒരു ശൃംഖല, അതിൽ തന്നെ ആ ഒരു അച്ചുതണ്ടിൽ അടിയുറച്ച് നിന്നുകൊണ്ട് മദ്ഹബിനെ കൃത്യമായി അവർ പറഞ്ഞ സംശയങ്ങൾക്കും ആരോപണങ്ങൾക്കും കൃത്യമായ മറുപടി നൽകിക്കൊണ്ട്, വൈജ്ഞാനികമായ മറുപടികൾ നൽകിക്കൊണ്ട് ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ കർമ്മശാസ്ത്രധാരയിലുള്ള ദൗത്യം നിർവഹിച്ചത് കാണാം. അതുപോലെ അത് എത്ര വലിയ മഹാനാണെങ്കിലും, ഒരു ഉദാഹരണത്തിന് തുഹ്ഫയിൽ തന്നെ നമുക്ക് കാണാം, ഇമാം യാഫി റഹ്മത്തുള്ളാഹി അലൈഹി വലിയ മഹാനാണ്, തസവുഫിൻ്റെ വലിയ ഷെയ്ഖാണ്. യാഫി ഇമാമിൻ്റെ ഒരു വിഷയത്തിൽ ഇമാം യാഫി റഹ്മത്തുള്ളാഹി അലൈഹി, ഏതാ വിഷയമെന്ന് ഞാൻ കൃത്യമായി ഓർക്കുന്നില്ല, അത് യാഫി ഇമാം ആ വിഷയത്തിൽ പറഞ്ഞത് അത് തെറ്റാണ്, അത് പിൻപറ്റാൻ പറ്റുന്ന കാര്യമല്ല എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതൊന്നും ഉലമായിനോടുള്ള വിധേയത്വത്തിൻ്റെ ഒരു മറുവായനായി നമുക്ക് കാണാൻ സാധിക്കില്ല. അതും ഉലമാ ആഗ്രഹിച്ച ഒന്നാണെന്ന് തന്നെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി തവാലുവോടുകൂടെ, അങ്ങേയറ്റത്തെ തവാലു കൊണ്ട് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞല്ലോ, ഇതാ സുഹൽ ഹദീസു ഫഹുവ മദ്ഹബി എന്നത്. അതാ വിധേയത്വ സ്വഭാവത്തിൻ്റെ ഏറ്റവും വലിയ ആവിഷ്കാരമാണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്ന സമയത്ത്, അക്കാലത്ത് ഇമാം അഭിമുഖീകരിച്ച ആ ഒരു സമൂഹത്തിൽ ആവശ്യമായി വന്ന എല്ലാ വിഷയങ്ങളിലും ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. റാഫിളിയാക്കൾ ബഹുമാനപ്പെട്ട സ്വഹാബത്തിനെ വലിയ രൂപത്തിൽ വിമർശിക്കുന്ന സാഹചര്യങ്ങളുണ്ടായപ്പോൾ, പല തർക്ക വിഷയങ്ങളും എടുത്തുകൊണ്ട് സ്വഹാബത്തിനെ വളരെ മോശമായ രൂപത്തിൽ വിമർശിച്ച സമയത്ത് അസ്സവായിക്കുൽ മുഹ്രിഖ എന്ന് പറയുന്ന ഗ്രന്ഥം ഇമാം എഴുതി സ്വഹാബത്തിനെ കൃത്യമായി അടയാളപ്പെടുത്തി. അവരുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബന്ധവും അഹ്ലുസുന്നയുടെ വിശ്വാസ പാരമ്പര്യത്തിൽ അവരുടെ സ്ഥാനവും വരച്ചു കാട്ടുന്ന ആ ഒരു ഗ്രന്ഥം നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെ അക്കാലത്ത് തസവുഫിൻ്റെ പേരിൽ വളരെ വ്യത്യസ്തമായ പാരമ്പര്യ ധാരയിൽ നിന്ന് കർമ്മശാസ്ത്ര നിയമങ്ങളെല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ടുള്ള ചില ശൈലികൾ തസവുഫിൻ്റെ പേരിൽ അരങ്ങേറിയ സമയത്ത് കഫുർ എന്ന് പറയുന്ന ഗ്രന്ഥം ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ രചിച്ചത് നമുക്ക് കാണാം. അതിൽ ഓരോന്നും നഖശികാന്തം എതിർക്കേണ്ടതിനെ കൃത്യമായി എതിർക്കുന്നത് ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ എതിർക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ചുരുക്കത്തിൽ ഉലമാ അവർ ജീവിച്ചിരുന്ന കാലത്ത് വൈജ്ഞാനികമായി നേരിട്ടിരുന്ന എല്ലാ പ്രതിസന്ധികൾക്കും അവർ പരിഹാരം കണ്ടിരുന്നു എന്ന് നമുക്ക് കാണാം. ഒരു ഉദാഹരണം കൂടി പറയാം. യാ കാഫിർ, അതല്ലെങ്കിൽ കാഫിറിൻ്റെ പേര് വിളിച്ചുകൊണ്ട് ഒരാളെ കുഫ്രിയത്തിലേക്ക് രൂപപ്പെടുന്ന രൂപത്തിലുള്ള സംസാരം ഉണ്ടായാൽ അത് കാരണം ഒരു മനുഷ്യൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകില്ല എന്ന ഒരു ഫത്വ, ആ ഫത്വയ്ക്ക് വിരുദ്ധമായി അത് വലിയ രൂപത്തിൽ പ്രചരിച്ച സമയത്ത് അൽ ഇഅ്ലാം ബി ഖവാത്തിഇൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തിൽ ഇമാം ആ ഒരു ഫത്വയ്ക്ക് വിമർശനമായിട്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാനുള്ള ഏതൊക്കെ കാരണങ്ങളുണ്ടോ യുദ്ധത്തിൻ്റെ, അതെല്ലാം വളരെ സരളമായി പ്രതിപാദിക്കുന്ന മറ്റൊരു ഗ്രന്ഥം എഴുതിയത് നമുക്ക് കാണാം. ഇത് തന്നെയാണ് നമ്മുടെ അയിമത്തിൻ്റെ, അല്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് ജീവിച്ചിരുന്ന, ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന പാരമ്പര്യ ഉലമാഇൻ്റെ ശൈലി. ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ഹദീസ് നെല്ലിക്കുത്ത് ഉസ്താദിൻ്റെ സ്മരണയിൽ നമുക്ക് കാണാം. ഉസ്താദിൻ്റെ അടുക്കൽ ഏതൊരു പുതിയ വിഷയം എത്തിയാലും ആ വിഷയത്തെ ഗഹനമായി പഠിച്ച ശേഷം ആ വിഷയത്തിൽ ഒരു ഗ്രന്ഥം എഴുതുന്നതായിരുന്നു നമ്മുടെ പാരമ്പര്യ ഉലമാഇൻ്റെ എക്കാലത്തെയും ശൈലി. ഇത് നാമും നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തണമെന്നുകൂടെ
സാന്ദർഭികമായി ഞാൻ എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. നമുക്ക് സമയം അവസാനിക്കാനായിട്ടുണ്ട്. സദസ്സിൽ ചോദിക്കാനുള്ള അവസരമാണ്. ഒരു കാര്യം പറഞ്ഞുകൊണ്ട് കൺക്ലൂഡ് ചെയ്യാം. നമ്മളിവിടെ ഉസ്താദുമാരൊക്കെ സംസാരിച്ച വിഷയം നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള പണ്ഡിതന്മാർ, നമ്മുടെ ഉസ്താദുമാരും അവരുടെ മശായിഖുമാരും ഒക്കെ നമുക്ക് കൈമാറി തന്നിട്ടുള്ള രീതി, അത് എത്രത്തോളം വൈജ്ഞാനികവും അതുപോലെ തന്നെ എന്തുമാത്രം സുചിന്തിതവുമാണ് എന്നതിനെ അടിവരയിടുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇമാമുകളുടെ ഗ്രന്ഥത്തിൽ കാണാൻ കഴിയും. അതിൽ ഇന്ന് ഇപ്പോൾ പുതിയതായിട്ട് ആളുകൾക്കിടയിൽ വ്യാപകമായിട്ടുള്ള ഒരു നിലപാടാണ്, അതായത് കർബലയെക്കുറിച്ച് പറയുക, സ്വഹാബത്തിനിടയിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നാൽ അതിൽ നമ്മുടെ ഉലമാ ഇവിടെ എടുത്തിട്ടുള്ളൊരു നിലപാട്, അതിൽ നമ്മളൊന്നും പറയണ്ട. എത്രത്തോളം എന്ന് വെച്ചാൽ പഴയ കാലത്ത് ഉലമാ എന്നെ പറയും കർബലയൊന്നും പറയാൻ പാടില്ല, അതങ്ങനെ പരസ്യമായി പറയേണ്ടതല്ല എന്ന് പറയുന്നൊരു നിലപാട്. ഈ നിലപാട് എങ്ങനെയാണ്? അതിനെക്കുറിച്ച് ഷാഫി ഇമാം തങ്ങളോട് ചോദിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട യൂസുഫ് ബിൻ അബ്ദുല്ല അല എന്നവർ പറയാം, സമയത്തു ഷാഫിഈ റളിയല്ലാഹു അൻഹു യഖൂലു, ഷാഫി ഇമാം തങ്ങൾ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അവിടുന്ന് ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളെ ഉദ്ധരിക്കുകയാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളോട് സിഫീനിനെ കുറിച്ച് ചോദിക്കുക. കർബല പോലെ തന്നെ ഒരു സങ്കടകരമായ യുദ്ധമാണല്ലോ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം സിഫീനിലുണ്ടായത്. അപ്പോൾ ഫഖാല, ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ പറഞ്ഞു, തിൽക ദിമാഉൻ തഹറല്ലാഹു മിൻഹാ യദയ്യ ഫലാ ഉഹിബ്ബു അൻ അഖ്ലിബ ലിസാനി ബിഹ. ആ രക്തത്തിൽ എൻ്റെ കൈകൾക്ക് പങ്കില്ല, അതിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ സംഭവ വികാസങ്ങളെ വിശദീകരിച്ചുകൊണ്ട് എൻ്റെ നാവിൽ ഞാൻ രക്തം പുരട്ടാനും ആഗ്രഹിക്കുന്നില്ല എന്ന് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്ന് പറയും. ഷാഫി ഇമാം തങ്ങൾ ഉദ്ധരിക്കുകയാണ്. നമ്മുടെ ഉസ്താദുമാരെടുത്ത നിലപാട് എത്രമാത്രം ശരിയാണ്. അതിൽ നിന്ന് നമ്മൾ പുതിയ നിലപാടുകളായിട്ട് ഒരുപക്ഷെ നമുക്ക് പാട്ട് പാടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വിക്ഷോഭങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത്തരം ചരിത്രങ്ങൾ വലിച്ചിടുകയും അത് പാട്ടിൻ്റെ രൂപത്തിലും മറ്റുമൊക്കെ ഇറക്കുകയും എന്നിട്ട് ഷിയാക്കൾ പറയുന്ന രൂപത്തിലേക്ക് ആളുകൾക്ക് തെറ്റിദ്ധാരണകൾ പരത്തുന്ന തരത്തിലേക്ക് കൊണ്ടുപോകുന്നതിനെ നമ്മുടെ ഉസ്താദുമാർ നേരത്തെ എതിർത്തിരുന്നു. ആ രീതി തന്നെ ഷാഫി ഇമാം തങ്ങൾ ശരിവെക്കുന്നു, ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളും ശരിവെക്കുന്നതായി നമുക്ക് കാണാം. പക്ഷെ ഇവിടെ ഒരു വിഷയമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സഫീൻ, കർബല പോലുള്ള ചരിത്രങ്ങൾ നമ്മളെങ്ങനെ പഠിക്കും? അതറിയണമല്ലോ. അതിന് ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി ഇത് പറഞ്ഞിട്ട് പറയാണ്, വഹാദാ റഅയ്യുൻ ഹസനുൻ ജമീലുൻ മിൻ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാ ഫി സുകൂതി അമ്മാ ലാ യഅനീഹി. നമ്മളെ ബാധിക്കാത്ത കാര്യത്തിൽ മിണ്ടാതിരിക്കുക എന്നുള്ളത് ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ പറഞ്ഞിട്ടുള്ള ഈ നിലപാട് വളരെ മനോഹരമായ നിലപാടാണ്. പക്ഷേ എന്നിട്ട് പറയണം, ഇദാ ലം യഹ്തജി ഇലൽ ഖൗലി ഫീഹി, അത് പറയേണ്ട ആവശ്യം വന്നിട്ടില്ലെങ്കിൽ. അപ്പോൾ പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്, അവർക്കത് പഠിക്കണം. അപ്പോൾ മാത്രമേ ആ ചരിത്രം നിലനിൽക്കുകയുള്ളൂ. പകരം അത് വ്യാപകമായി പറയുകയും കൊട്ടിപ്പാടുകയും വ്യാപകമായി പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോൾ സഹാബത്തിനെ കുറിച്ച് ആളുകളുടെ ഇടയിൽ സംശയങ്ങളുണ്ടാവും. അങ്ങനെ ആളുകൾക്ക് സഹാബത്തിനെ കുറിച്ചുള്ള അവരുടെ മനസ്സിലുള്ള മനോനിലവാരത്തിൽ തകർച്ച വരുത്താൻ ഇത് കാരണമാകും എന്ന് ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി നിരീക്ഷിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത് നമ്മുടെ ഉലമാ എടുത്ത നിലപാടുകൾ ഏതെടുത്ത് നമ്മൾ പരിശോധിച്ചാലും പരമ്പരാഗതമായിട്ട് ഇതെല്ലാം ശരിവെക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇൻഷാ അല്ലാഹ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. സമയം ദീർഘിച്ചതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്.